ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം വിഷ്ണും ഭദ്രം മൃത്യുമുത്യം നമാമ്യഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ ജയ പ്രഹ്ലാദേശ ജയ പത്മമുഖ മുഖ പത്മവൃംഗ भक्ति नरसिंह भगवान की जय, भक्त प्रहलाद महाराज की जय, गुरुदेव महाराज की जय, शिला प्रभात की जय, गौरव प्रेमानंदे हरि हरि बोल. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതി ദേവി മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ ഗീതാ മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ സബിത മാതാജി, ഹരേ കൃഷ്ണ റിയൽമി 9i മാതാജി. അതാരാണെന്നൊന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു. ഹരേ കൃഷ്ണ. ഓഡിയോയും വീഡിയോയും ഓൺ ചെയ്തിട്ട്. ഹരേ കൃഷ്ണ. ആരും ഇല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. പറ്റുമെങ്കിൽ ഒന്ന് ഓഡിയോയും വീഡിയോയും ഓൺ ചെയ്തിട്ട്. ഹരേ കൃഷ്ണ. ഹരി ബോൽ. ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മായ പിടിച്ചോണ്ട് പോകും അല്ലെ? ഹരേ കൃഷ്ണ. സാരില്ല. മാധവി രാധാ മാതാജി വീണ്ടും സ്വാഗതം. അതുപോലെ തന്നെ സുജനാമ. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ മുന്നേ വെള്ളിയാഴ്ച അമ്പലങ്ങളിൽ പോയത് കൊണ്ടാണ് കയറാൻ പറ്റാത്തത്. അതെല്ലാം അപ്പൊ മായ പിടിച്ചതല്ല, എനിക്ക് തെറ്റ് പറ്റിയതാ. ഓക്കെ, ക്ഷമിക്കുക. മായ പിടിച്ചതല്ല. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ. ഇപ്പൊ മറന്നു പെട്ടെന്നാണ് ഓർമ്മിച്ചത്. അതെല്ല. ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഇപ്പൊ സ്വാഗതം. അതുപോലെ സുജന മാതാജിയും മായ പിടിച്ചെന്ന് തോന്നുന്നു ഇടയ്ക്കൊക്കെ. മാതാജിയും കാണാനില്ല. അതുപോലെ സുഖമില്ലാതിരിക്കുകയായിരുന്നു, ഒന്നും അറിയില്ല. അപ്പം അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ഗീതാ മാതാജി, ഹരേ കൃഷ്ണ. മാതാജി അവസാനം മാതാജി കാണുമോ? എങ്ങനെയാ എക്സിറ്റ് ആകും? എങ്ങനെയാണ്? അവസാനം മതിയല്ലേ? ഞാനുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. പ്രഭുജി, കഴിഞ്ഞ വെള്ളിയാഴ്ച കരുണാസ്വാമി ക്ഷേത്രത്തിൽ വായന ഉണ്ടായിരുന്നു. അതാ കേറാത്തത്. ഹരി പോലെ. അപ്പൊ ഞാൻ വീണ്ടും തോറ്റുപോയി. അപ്പൊ ആരെയും മായ പിടിക്കുന്നില്ലല്ലേ? സന്തോഷം. എന്നെ മാത്രമേ മായ പിടിക്കുന്നു. കേറാതിരിക്കുമ്പോ മായ പിടിക്കുന്നുണ്ട്. പല സംഭവങ്ങളും നടക്കാതൊക്കെ വരുന്നു. അതെ 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 അതെ. ഞാനോർത്ത് എന്നെ മാത്രമേ പിടിക്കുന്നുള്ളൂ എന്ന്. ഓക്കെ, അപ്പൊ നിങ്ങളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും പത്മനാഭസ്വാമി അനുഗ്രഹിക്കട്ടെ. അതെ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മള് അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ അവസാനത്തെ 3 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം ആ അധ്യായം ഇന്നത്തേതും കൊണ്ട് തീരുവാണ്. അതീന്ദ്രിയ ജ്ഞാനം. അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ പറയുന്ന 43 ശ്ലോകങ്ങൾ കൊണ്ട് തീരുന്ന ഒന്നല്ല എന്നും അറിയാം. അത് മഹാസമുദ്രം എന്ന് പറയുന്നത് എത്രയുണ്ടോ അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ടുള്ള നോളേജ് ആണ്. കാരണം ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങള് നമുക്കറിയാം. നമുക്കൊരു പുസ്തകത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലൊന്നും ഇങ്ങനെ നമ്മൾ ലിമിറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. അത്രയ്ക്ക് ബൃഹത്തായ നോളേജ് ആണ്. പക്ഷെ നമുക്ക് അതിനുള്ള ഇന്ദ്രിയങ്ങളുടെ വ്യാപ്തി അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഭഗവാൻ ഈ 700 ശ്ലോകങ്ങളിൽ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ടും ഈ 700 ശ്ലോകങ്ങള് എത്ര ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും തന്നെ അതിന്റെ നോളേജും വ്യാപ്തിയും ഒന്നും തന്നെ തീരുന്നില്ല അല്ലെ? അതിന് മാത്രം ബൃഹത്തായ ഒരു കാര്യമാണ് ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിന്ന് ഇന്നത്തെ 41ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. 40ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അപ്പൊ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ അടുത്ത ആഴ്ച നമുക്ക് ഇതിന്റെ പ്രശ്നോത്തരി ആയിരിക്കും. അപ്പൊ എല്ലാവരും ഇപ്പോഴേ ഞാൻ അറിയിച്ചിരിക്കുകയാണ്, അറിയിപ്പായിട്ട്. അപ്പൊ എല്ലാവരും അത് നന്നായിട്ട് നോക്കിക്കൊണ്ട് പോരുക. പ്രശ്നോത്തരി ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് ഇപ്രാവശ്യം ഇടാനായിട്ട് ശ്രമിക്കാം. 4 ചോയ്സ് തരുന്നത്. ഇടയ്ക്ക് ഒറ്റവാക്കിലുള്ളത് ഇടാനായിട്ട് പോയി കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. 4 ഓപ്ഷൻ തന്നെ തരാം. പലരും ഒക്കെ പരാതി പറയും,
ഒരു മിനിറ്റ് ഞാൻ ശരി. അപ്പൊ നമുക്ക് 40-ാമത്തെ ശ്ലോകം നോക്കാം. അജ്ഞശ്ചാശ്രാദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. അജ്ഞശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. അജ്ഞശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 4 അതീന്ദ്രജ്ഞാനം ശ്ലോകം 40. അജ്ഞാശ്ച അശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധവി രാധാ മാതാജി. അജ്ഞശ്ച ശ്രദ്ധധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. അജ്ഞശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മന. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദ്. അജ്ഞഃ ച വൈദ്യജ്ഞാനത്തിൽ അറിവില്ലാത്തവനും അശ്രദ്ധാനഃ ധർമ്മശാസ്ത്രങ്ങളിൽ വിശ്വാസമില്ലാത്തവനും സംശയാത്മാച്ച സംശയാത്മാവും വിനശ്യതി നശിക്കുന്നു, വീണുപോകുന്നു. സംശയാത്മനഃ സംശയബുദ്ധിയുള്ളവന് അയം ലോകഃ ഈ ലോകത്തിലും പരഹ പരലോകത്തിലും സുഖം ന അസ്തി ഇല്ല. വിവർത്തന ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ട വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വരബോധം ലഭിക്കുന്നില്ല. അവർ അധപ്പതിക്കുന്നു. സംശയാലുവായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭ്യമല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സൗഭാഗ്യവതി കലാമാതാജി സ്വാഗതം. ഹരേ കൃഷ്ണ മാതാജി. വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷം. മാതാജി തന്നെത്താനെ എഴുതിയ കവിതയായിരുന്നു അത്, എനിക്ക് ഇട്ടിരിക്കുന്ന വോയിസ്. മാതാജി കേൾക്കത്തില്ല. മ്യൂട്ടാണ്. മൈക്ക് ഓൺ ആക്കും. അത് നാമം ജപിക്കുന്ന ഒരു ശ്ലോകത്തിലെ ഒരു 4 വരിയാണ്. ഞാൻ ദിവസം നാമം ജപിക്കുന്ന ശ്ലോകത്തിലെ ഒരു 4 വരിയാണ്. ഹരേ കൃഷ്ണ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികളൊക്കെ ഓർമ്മ വരുന്നുണ്ട്, എഴുതി വെക്കാൻ. നമുക്കത് അതൊരു ആൽബമാക്കാം. ഇപ്പൊ അതിനുള്ള എല്ലാ ടെക്നോളജികളും അവൈലബിൾ ആണല്ലോ. ഓക്കെ മാതാജി, എന്തായാലും സന്തോഷം. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ട വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വര അവബോധം ലഭിക്കുന്നില്ല. അതായത് നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരുടെ അവസ്ഥ ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പറയാതെ പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് കേരളം എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും പറയാം, നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മളെ വീട്ടിലുള്ള അച്ഛനമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ സഹോദരങ്ങളോട് നമ്മൾ ഭഗവാന്റെ കാര്യം പറയുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന അനുഭവം ഭഗവാൻ ഇവിടെ പറയാതെ പറയുകയാണ് ചെയ്യുന്നത്, പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും, അല്ലെ? അപ്പൊ നമ്മളെല്ലാരും ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ട്യാ വീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇതിന് തെളിവുണ്ടോ? ഈ ശാസ്ത്രങ്ങള് പ്രമാണമാണ്, ഭഗവാൻ തന്നെ ആണ് രചിച്ചിരിക്കുന്നത്. അതിന് പ്രമാണത്തിന്റെ ആവശ്യമില്ല. അത് തന്നെയാണ് പ്രമാണം, സ്വയം പ്രമാണമാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം എന്ന് അറിവില്ലാത്ത വ്യക്തികളാണ് ഇത് അങ്ങനെ പറയുന്നത്, അല്ലെ? നമ്മൾ ഭഗവാനെ പറ്റി കൂടുതലും പറഞ്ഞിരിക്കുന്ന ഭാഗവതത്തിലാണ്, അല്ലെ? ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രമാണമാണ്. ഇത് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന, ഭഗവാൻ തന്നെയാണ് ഭാഗവതം.
അപ്പൊ അതിൽ നമ്മളൊരു സംശയം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ ഗോവർദ്ധന എടുത്ത് ഉയർത്തിയോ എന്തൊക്കെ ചോദിക്കുമ്പോൾ അതൊരു സങ്കല്പമാണ്. ഭാഗവത ആചാര്യന്മാരൊക്കെ തന്നെ അതൊരു സങ്കല്പം മാത്രമാണ്, അങ്ങനെ എടുക്കുക. അതുപോലെ ഇതൊരു കഥയാണ്, അതുപോലെ നിങ്ങളുടെ മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ. സുജന മാതാജി ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ അവസാനം ചോദ്യം ചോദിക്കും. അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മള് ഈ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളില് ഈ സംശയ ദൃഷ്ടുക്കളാകുമ്പോഴാണ് നമുക്ക് ഈശ്വര അവബോധം. അജ്ഞരും അവിശ്വാസികളുമായിട്ടുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുക, അവരോട് നമ്മള് കൂടുതൽ സംഘം പുലർത്തുക. അപ്പം നമ്മളുടെ കൃഷ്ണാവബോധത്തിലെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നത് നമ്മള് ഭഗവത് ഭക്തന്മാരുടെ കൂടെ സംഘം ചേരുക. അത് മാത്രമാണ് ഇതിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള, ന്യൂട്രീഷൻ കൊടുക്കാനുള്ള ഒരേ ഒരു മാർഗം. ഇപ്പൊ നമ്മള് മായയുടെ കാര്യം പറഞ്ഞു അല്ലെ, സത്സംഗത്തിൽ കയറാനായിട്ട് നമുക്ക് തോന്നുന്നതും തോന്നാതിരിക്കുന്നതും ഒക്കെ തന്നെ ഈ മായയായിട്ടുള്ള അസോസിയേഷൻ കാരണമാണ് അല്ലെ. തീർച്ചയായിട്ടും നമുക്ക് ഒരു ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ അടുത്ത ആഴ്ച കയറാനിരിക്കാനുള്ള അവസരങ്ങൾ വീണ്ടും 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 നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് മായയുടെ പ്രത്യേകത. ഇപ്പൊ ഈ മായയിൽ ആണ്ട് കിടക്കുന്നവരാണ് അവരെല്ലാവരും. നമ്മൾ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ സ്ഥിരം സത്സംഗത്തിൽ കയറുക, നമ്മൾ ഭഗവാനിൽ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ മായ നമ്മളിൽ നിന്ന് മാറി നിൽക്കും. അല്ല എങ്കിൽ എന്താണ്, മായ തീർച്ചയായിട്ടും നമ്മളെ ഈ 50-50 ഇരിക്കുന്ന ആൾക്കാരെ പിടിച്ച് മായ ഫുള്ള് 100% മാറ്റും. ഇതാണ് മായയുടെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ ആര് പറയുന്നതാണ് കേൾക്കുന്നത്? നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നതല്ല കേൾക്കുന്നത് പ്രമാണമായിട്ട്. ഏതെങ്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയോ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു കഥ ഇങ്ങനെ പടച്ചുണ്ടാക്കിയിട്ട് ഭഗവാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര ശുദ്ധ മണ്ടത്തരാണ്, അല്ലെങ്കിൽ ഇത് അനീതിയാണ് ചെയ്തത്, അധർമ്മം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ നമ്മൾ അത് കേട്ടിട്ട് പിന്നീട് ക്ലാസ്സിൽ കയറത്തില്ലേ. ഓക്കെ, അല്ലെങ്കിൽ അവർ പറയുന്ന എല്ലാം തന്നെ ഒരു യാതൊരു ആധികാരികത ഇല്ലാത്തതാണ്, എന്തൊക്കെയോ പറഞ്ഞ് കഥകൾ ഉണ്ടാക്കി മെനഞ്ഞു വെച്ചിരിക്കുന്നു. കുറെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? ഞാൻ ഇന്നും ഒരു ആളുടെ ഒരു വോയിസ് മെസ്സേജ് കേട്ടു. നാട്ടിലുള്ള ആളാണ്, കൃഷ്ണാബോധത്തിൽ ഇവിടെ ഉണ്ടായിരുന്നാണ്, ജോലിയൊക്കെ നഷ്ടപ്പെട്ട് 5-6 വർഷം നാട്ടിലിരുന്നു. അപ്പൊ പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഇരിക്കാനോ, പുള്ളിക്ക് നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് മാത്രം നമുക്കറിയാം. പക്ഷെ ക്ലാസ്സിൽ ഇരിക്കുവോ, ശ്രദ്ധിച്ചു കേട്ടിരിക്കുവോ, നാമം ജപിക്കാൻ ജപിക്കുവോ, അല്ലെങ്കിൽ പിന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യുവോ, അങ്ങനെയൊന്നുമല്ല. പുള്ളി നല്ലതായിട്ട് മദ്യപിക്കുകയൊക്കെ ചെയ്യും. നാട്ടിൽ ചെന്ന് ജോലിയൊക്കെ ഇല്ലാതായി കഴിഞ്ഞ് ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മദ്യപിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ പുള്ളിയുടെ ഒരു മെസ്സേജ് ഞാൻ കേട്ടു. എപ്പോഴും ഈ ഹരേ കൃഷ്ണ എന്നൊക്കെ ജപിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ കൊണ്ടേ തരുവോ, ജോലി കൊണ്ടേ തരുവോ, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള കൊണ്ടേ തരുവോ ഇല്ലയോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഈ നാമം എപ്പോഴും ജപിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം, നമ്മൾ ജോലി ചെയ്തില്ലേ നമുക്ക് അന്നം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മളെ നാട്ടിലിരിക്കുന്ന ആൾക്കാർ വന്നത്. നിങ്ങൾക്ക് ഇത്രയും നാളും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അറിയുമല്ലേ, നമുക്ക് ചുറ്റും എത്ര കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ, എത്ര കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എത്ര ഭാഗ്യവാന്മാര്, നമ്മൾ എത്ര കോടി പുണ്യം ചെയ്ത ആൾക്കാരായത് കൊണ്ടാണ് ഇങ്ങനെ ഭഗവാനെ പറ്റി കേൾക്കാനും ഇങ്ങനെ ഇത്രയും ഈ ഒരു 2 മണിക്കൂർ സമയം നമുക്ക് മാറ്റി വെക്കാനും നമുക്കൊക്കെ ഓരോരുത്തർക്ക് സാധിച്ചത് അല്ലെ. നമുക്കെല്ലാം ഭഗവാൻ എത്ര സൗഭാഗ്യങ്ങളാണ് തന്നിരിക്കുന്നത്. 2 കൈകളെ, 2 കാലുകളെ, നനയാതെ കിടക്കാൻ ഒരു കൂരയുള്ള ഒരു വീട്, നമുക്ക് ബന്ധുക്കളെ തന്നു, അച്ഛനമ്മമാരെ തന്നു, അതുപോലെ തന്നെ ഭർത്താവിനെ തന്നല്ല ഭാര്യയെ തന്നു, മക്കളെ തന്നു, അതുപോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസം തന്നു, ജോലി തന്നു, അതുപോലെ തന്നെ നമുക്ക് നല്ല ശുദ്ധവായു, നല്ല വെള്ളം അല്ലെ. ചില സ്ഥലത്തൊക്കെ വെള്ളത്തിന് പൈസ കൊടുത്ത് മേടിക്കണം, അല്ലെങ്കിൽ മലിനമായ ജലമാണ് ഉള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. ചിലർ കടത്തിനെ കിടക്കുന്നവരുണ്ട്, ചിലര് കൈയും കാലും ഇല്ലാതെ കിടക്കുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരായതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. പിന്നെ ഭഗവാനെ പറ്റി കേൾക്കാനായിട്ടും അറിയാനും പഠിക്കാനും വായിക്കാനും ഭഗവാന്റെ നാമം ചെല്ലുക എന്ന് പറഞ്ഞ് ഇത്രയും വലിയ ഭാഗ്യം, അതിലും വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ വെറുതെ ധ്രുവ മഹാരാജ പറഞ്ഞ പോലെ ചീള് കേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനെ കുറ്റപ്പെടുത്തുന്നത് അല്ലെ. ഞാൻ ഈ വെറും കുപ്പിച്ചിലിന് വേണ്ടിയിട്ടാണ് ഭഗവാനെ വിളിച്ചത് എന്നാണ് ധ്രുവ മഹാരാജാവ് പറയുന്നത് അല്ലെ. ഈ ഡയമണ്ടിന്റെ ഒരു വലിയൊരു മല തന്നെ ഇവിടെ വന്ന് നിൽക്കുക എന്റെ മുൻപില്. അപ്പൊ ഞാൻ ഒരു ചെറിയ കുപ്പിച്ചിലിന്റെ പീസിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ ഭഗവാനെ വിളിച്ചത് എന്ന് ധ്രുവ മഹാരാജാവ് നമ്മൾ ധ്രുവ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ.
അദ്ദേഹം 5 വയസ്സുള്ള കുട്ടിയാണ്. അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ ഭഗവാനെ വിളിച്ചത് അല്ലെ. വിളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആ ഭഗവാന്റെ രൂപവും ആ സൗന്ദര്യവും ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴും പറയാണ്, എനിക്ക് അച്ഛന്റെ മടിയിരിക്കണമെന്ന് ആരെങ്കിലും, നമ്മളുടെ പരംപിതാവായിട്ടുള്ള ഭഗവാനാണ് സ്വയം എന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അല്ലെ. യോഗികൾക്ക് പോലും ലക്ഷക്കണക്കിന് വർഷം തപസ്സിരുന്ന് കഴിഞ്ഞാൽ സാധിക്കാത്ത ആ ഒരു ഇതാണ് 6 മാസം കൊണ്ട് ഈ 5 വയസ്സുള്ള കുട്ടി സാധിച്ചെടുത്തത് അല്ലെ. ഇത്രയും വലിയ കാര്യം എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇത്രയും വലിയ കാര്യം, ഞാൻ ഇത്ര വലിയ ഭാഗ്യവാനാണല്ലേ. യോ ഒന്ത പ്രവശ്യ മമവാചി മാം പ്രസൂത്താം സഞ്ജീവന എത്യകില ശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണാത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ജ്ഞാനാംബിക മാതാജിക്ക് ഒരു താങ്ക്സ്. കാര്യം മാതാജിയാണ് ഈ ശ്ലോകം എനിക്ക് കാണാതെ പഠിക്കാണ്ട് എനിക്ക് പ്രേരണ നൽകിയത്. ഒരുപാട് നാളെ ഞാനിത് പഠിക്കണം എന്ന് വിചാരിച്ചു. പണ്ട് പഠിച്ചതൊക്കെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ചെറുപ്പത്തിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീരാമനവമിയുടെ അന്ന് ഇവിടുത്തെ ഒരു സത്സംഗത്തില്, ഫിസിക്കൽ സത്സംഗത്തിൽ പോയിട്ട് അവര് എനിക്കൊരു അവസരം തന്നു എന്തെങ്കിലും പറയാനായിട്ട് ഭഗവാനെ പറ്റി. അപ്പോഴത്തേക്കും ഞാൻ ഈ ശ്ലോകങ്ങളാണ് വായിച്ചത്. ഒരു 10-20 ശ്ലോകങ്ങൾ അറിയാമല്ലോ. ഞാൻ രാമായണ പാരായണത്തിലൊക്കെ ജപിക്കുന്ന ആ ശ്ലോകങ്ങൾ അവരെല്ലാവരും അതിശയിച്ചു പോയി. ഇതൊക്കെ എങ്ങനെയാ പ്രഭുജി പഠിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ഞാൻ പഠിച്ചതാണ്. ഇതിലും കൂടുതലുണ്ടായിരുന്നു. ആ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു 4 വരി പഠിക്കാൻ ഇപ്പൊ ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യണം. അപ്പൊ നമുക്കൊക്കെ ആരോഗ്യമുള്ള സമയത്ത് വേണം നമ്മൾ ഇത് ചെയ്യാണ്ടല്ല. വയസ്സായി കഴിഞ്ഞ് 80-ന് ശേഷം അല്ല, 80-ന് ശേഷം ഇപ്പൊ എന്റെ അമ്മയ്ക്ക് 80 വയസ്സ് കഴിഞ്ഞു. ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹ. കൈയും കാലും ഇതൊക്കെ അനുവദിക്കുവോ? ഇല്ല. നേരത്തെ ആകാവുന്ന കാലത്ത് വിളിച്ചാൽ തന്നെ വരത്തില്ലായിരുന്നു. ആകാവുന്ന കാലത്ത് വിളിച്ചാൽ തന്നെ വരത്തില്ല. എന്നെ ചെറുപ്പത്തിൽ എങ്ങനെ മടിയിൽ ഇരുത്തിയിട്ട് എന്നെ എന്താണ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്ന ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളല്ല പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ദേശാഭിമാനി പത്രം വായിച്ചു തന്നിട്ട് നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, കൊലയൊക്കെയാണ് അമ്മ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്ന മടി കിടത്തി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ കരിക്കമില്ല കൊലക്കേസോ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ ചെറുപ്പത്തിൽ. പിന്നെ ഏതാണ്ട് ഒരു പോലീസുകാരന്റെ തല വെട്ടിയ കാര്യമോ അങ്ങനെ ഞാൻ കുറെ പേരുടെ പേരൊക്കെ ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പൊ മറന്നുപോയി. ഇതൊക്കെയാണ് പാല് തന്നുകൊണ്ട് അമ്മ ആ പത്രം വായിച്ചിട്ട് അതിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടാണ് എന്നെ ഒരു നാമം ചൊല്ലാനോ വിളക്ക് കത്തിച്ച് സന്ധിക്കിരുന്ന അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ വളർന്നത്. പിന്നെ ഞാൻ എങ്ങനെ ഇത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അടുത്തൊരു കുടുംബക്ഷേത്രമുണ്ട്. കുടുംബക്ഷേത്രത്തില് ഇങ്ങനെ പോകുമ്പോ അവിടെ എല്ലാവരോടും കൂടി ഒരു ദിവസം പിടിച്ച് എന്നോട് പറയാൻ, നീ ഇവിടുത്തെ നിത്യപ്രാർത്ഥന അങ്ങ് ചെല്ലാൻ പറഞ്ഞു. കുറെ പ്രായം ചെന്ന ആൾക്കാര് അവരെ എന്റെ തലയിലേക്ക് അത് ഏൽപ്പിച്ചിട്ട് അവര് രക്ഷപ്പെട്ടു. അങ്ങനെ സ്ഥിരം എനിക്ക് അമ്പലത്തിൽ ദീപാരാധനയ്ക്ക് പോകേണ്ടി വരും. കുടുംബക്ഷേത്രം തൊട്ടടുത്ത, വീട്ടിൽ നോക്കിയാൽ കാണാം, അത്രയ്ക്ക് ദൂരത്തില്ല. അങ്ങനെ അവിടെ പോയി ഈ നിത്യപ്രാർത്ഥന എന്നെ വാരിക്കാട്ട് അമ്മേ ദേവി നാരായണ എന്നൊക്കെ പറഞ്ഞ ഒരു ഇതാണ്. ഞാൻ ഇപ്പോഴും അവിടെ ചെല്ലുമ്പോ ആ നിത്യപ്രാർത്ഥന വേറെ ആരൊക്കെയോ ഇപ്പൊ ചെല്ലുന്നുണ്ട്. ഞാനത് ചൊല്ലാറുണ്ട്. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി. ആ ശിവനും പാർവതിയാണ് അവിടെ ഇരിക്കുന്നത്, പക്ഷെ ദേവിക്കാണ് പ്രാധാന്യം കൂടുതൽ. അങ്ങനെ ശിവനും പാർവതിയും തന്നെ അവിടെ തന്നെ മതപാഠശാലയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം തന്നു. അങ്ങനെ 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 കുറച്ചുകൂടെ ആയി കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പ്രശ്നങ്ങൾ എന്നാന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ജ്യോതിഷം പഠിച്ചു. അങ്ങനെ ജ്യോതിഷം എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴാണ് ജ്യോതിഷം പഠിച്ചത്. ഒരുപാട് ജ്യോത്സ്യന്മാരുടെ അടുക്കലൊക്കെ പോകാത്ത അമ്പലങ്ങളില്ല, ക്ഷേത്രങ്ങളില്ല, കഴിക്കാത്ത വഴിപാടുകളില്ല. 7 ദിവസവും, ആഴ്ചയിൽ 7 ദിവസവും എനിക്ക് വ്രതമായിരുന്നു. ശനിയാഴ്ച വ്രതം, ഞായറാഴ്ച വ്രതം, തിങ്കളാഴ്ച വ്രതം. അങ്ങനെ പറയണ്ട, ഓരോ വ്രതത്തിന്റെ അന്ന് ഓരോ തരത്തിലുള്ള കളറുള്ള ഗ്രഹങ്ങൾക്കുള്ള ഡ്രസ്സുകൾ അല്ലെ. നവഗ്രഹ സ്തോത്രം എന്താണ്? നമ സൂര്യായ സോമായ മംഗളായ ബുധായച്ച ഗുരു ശുക്ര ശനിഭ്യശ്ച രാഘവേ കേതവേ നമഃ നമഃ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നീലാഞ്ജന സമാവാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഞാൻ അന്ന് പഠിച്ചതാണ്. അപ്പൊ അന്ന് ഓരോ ദേവതമാരുടെയും, ഓരോ ദിവസത്തിന്റെ അതിദേവതമാരുടെയും, അതിന്റെ ഗ്രഹാധിപന്മാരുടെയും നക്ഷത്രാധിപന്മാരുടെയും എല്ലാം ശ്ലോകങ്ങളൊക്കെ പഠിച്ച് ഓരോ ദിവസവും വ്രതം, അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ, ഗോതമ്പുള്ള ദിവസം ഗോതമ്പ്, അരി ഉപയോഗിക്കേണ്ട ദിവസം അത്, അല്ലാത്ത ദിവസം ഇതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ആൾക്കാരൊക്കെ എന്നെ വീട്ടിലുള്ള എന്റെ സഹോദരിമാരും അതുപോലെ തന്നെ
ബാക്കി പിന്നെ അച്ഛനും അമ്മയും, അച്ഛൻ പിന്നെ വീട്ടിൽ കാണാറില്ല, കടയിലായിരിക്കും. എല്ലാരും എന്നെ അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ട് വരെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അത്രയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നീട് ഞാനൊരു നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയ പോലത്തെ ഒരു അവസ്ഥ ഡൽഹിയിലേക്ക് പോയി. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് അവിടെ ഒരു ഭാഗവത സപ്താഹ യജ്ഞം, അവിടെ ആർക്കേപുരം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെ പോകുമായിരുന്നു. എന്റെ ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ നിന്നത് അത് കഴിഞ്ഞിട്ട്. അപ്പം അവിടെ വെച്ചിട്ട് ആ ഒരു ഭാഗവത സപ്താഹം ഞാൻ കേൾക്കാൻ ഇടയായി. കാര്യം നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഭക്ഷണത്തിന് സമയത്ത് പോയി കഴിച്ചിട്ട് പോരുക, അല്ലെ അവിടെ ഇരുന്ന് ഉറങ്ങുക, ഇതൊക്കെയല്ലേ. ഞാൻ വളരെ കുറച്ച് നാട്ടിൽ പോയിട്ടുള്ളൂ ഇതിനു മുൻപ്. അവിടെ ഇരുന്ന്, കാര്യം ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. ഒരു പ്രത്യേക സാഹചര്യം, നാട്ടിൽ വലിയ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ കുടുംബക്ഷേത്രം കുറച്ച് ആൾക്കാർ വന്ന് തകർക്കുകയൊക്കെ ചെയ്തു. അതുമായിട്ട് സംബന്ധിച്ച് കേസും പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എനിക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ അവിടെ ഡൽഹി ചെന്ന് ഇവിടെ ചെന്നപ്പോ ഈ സപ്താഹം കേട്ടു. ആ സപ്താഹ ആചാര്യൻ ഒരു കാര്യം ചെയ്ത് എല്ലാവരെയും കൊണ്ട് ഉറക്ക നാമം ജപിപ്പിച്ചിട്ട് എല്ലാവരെയും കൊണ്ടും ഭഗവാന്റെ നാമം, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ ശരീരമാകെ പുളകിതമായി. എന്റെ കണ്ണിൽ കൂടെ ഞാൻ അറിയാതെ തന്നെ ഇങ്ങനെ വെള്ളം ധാരധാരയായിട്ട് ഒഴുകുന്നു, രോമങ്ങളെല്ലാം എണീറ്റ് നിൽക്കുന്നു. അപ്പൊ ഈ ഗോവിന്ദന്റെ നാമം ജപിക്കുമ്പോൾ നമുക്കറിയാതെ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകള് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു സംഭവം എനിക്ക് മനസ്സിലായി. പിന്നെ ജ്യോതിഷ പ്രകാരം നമ്മുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ആളാണ്. നമ്മുടെ ഇഷ്ടദേവൻ ആരാണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ ഇഷ്ടദേവൻ. അങ്ങനെ ആ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ആരാണ്? ബുധനാണ്. ബുധന്റെ അധിപതി എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. അപ്പൊ നമുക്ക് കൃഷ്ണനാണ് നമ്മളുടെ ഈ ദൈവം എന്ന് മനസ്സിലാക്കി ആ ഒരു സമയം തൊട്ട് പിന്നെ ഞാൻ സപ്താഹങ്ങൾ വരുന്നതൊന്നും വിടാറില്ല. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഭഗവാനെ പറ്റി, അപ്പൊ ഒരു വീട്ടുകാര് ഞാൻ ഇതുപോലെ എപ്പോഴും വന്ന് അവിടെ ഇരിക്കും, ജോലിയും വേലയൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് ഒരു കൊല്ലംകാർ, ഒരു വീട്ടുകാർ, ഒരു ഫാമിലി അവരുടെ വീട്ടിലോട്ട് വന്നിരിക്കുക, പകൽ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരവിടെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ എന്നോട് കാര്യങ്ങളൊക്കെ ഭഗവാനെ പറ്റിയുള്ള ഒരു കഥകളൊക്കെ പറയുമ്പോൾ ഞാനിത് പലതും ആദ്യമേ കേൾക്കുന്നതാണ്. അങ്ങനെ അവര് ഒരുപാട് കഥകൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെയാണ് ഭഗവാനിലോട്ടുള്ള ഒരു കൂടുതൽ താല്പര്യം തോന്നിയതും ഗുരുവായൂരപ്പന്റെ ആ ഒരു ഭക്തനാകാനായിട്ട് ശ്രമിക്കാനും ഒക്കെ തുടങ്ങിയത്. അങ്ങനെ ഒരു ജേണിയാണ് വന്നത്. അപ്പൊ നമ്മള് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ താണ്ടി പോയിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ കേൾക്കുന്നതൊക്കെ എന്താണ്, ഈ ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്നല്ല എങ്കിൽ നമ്മൾ എത്രയോ പേര് ഈ സത്സംഗത്തിൽ ഉണ്ടായിരുന്നതാണ്. അതുപോലെ ഇവിടെ ഞാൻ ഇപ്പൊ എടുക്കുന്ന ഒരു സത്സംഗം 150 പേരുള്ളതാണ്. അവരൊക്കെ എവിടെയോ പോയി അല്ലെ, അവരെ കാണുന്നില്ല. കാര്യം എന്താണ്, നമ്മൾ അവിടുന്ന് ഇവിടുന്നും കേൾക്കുന്ന ഈ പറയുന്ന ആധികാരികമല്ലാത്ത സോഴ്സിൽ നിന്ന് കേൾക്കുന്ന നോളേജിൽ നിന്ന് നമ്മളെ അത് എന്താണ് ഭയങ്കരമായിട്ട് നമ്മളെ അത് ഇതിൽ നിന്ന് വിട്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കും. സംശയങ്ങളാണ്, ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്കും ഒരു അറുതിയില്ല. അപ്പൊ ഭഗവാനെ നമ്മള് അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സംസർഗം കൊണ്ട് നമ്മള് ഭഗവാനെ മനസ്സിലാക്കിയിരിക്കുന്നതും ഭഗവാനാണോ നമുക്ക് അന്നം കൊണ്ടു തരുന്ന കാര്യം, ഭഗവാന്റെ ആണ് ഇതെല്ലാം. അത് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല? ഈ പ്രപഞ്ചത്തിലെ വായു ഭഗവാൻ ഫ്രീ ആയിട്ടല്ലേ തന്നിരിക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞ് വായു വിലയ്ക്ക് മേടിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടാകും ഭാഗ്യയിൽ. അതാണ് കലിയുഗത്തിന്റെ പ്രത്യേകത. നമ്മൾ ഓക്സിജൻ കിട്ടണമെങ്കിൽ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് എത്തും. ഒരു 25 വയസ്സ് വരെ ആയുസ്സുള്ള ഒരു സമയം, 25 വയസ്സാണ് ആയുസ് എന്നുള്ള ആ ഒരു സമയമൊക്കെ വലിയ വിദൂരമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം, നമ്മളെല്ലാവരും ഈ കൂടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ഈ സമയത്ത് തന്നെ കലിയുഗത്തിൽ ഇവിടുന്ന് തന്നെ പോകുക. ഇനി കലിയുഗത്തിൽ മുന്നോട്ട് ജനിക്കാനുള്ള ഒരു അവസരം ആരും ഉണ്ടാക്കിയെടുക്കരുത്. എല്ലാവരും ഭഗവാന്റെ പ്രാർത്ഥന, എനിക്ക് ഈ സമയത്ത് തന്നെ കലിയുഗത്തിൽ ഇനി ഒരു ജന്മം ഇല്ലാതെ എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകണം. ഏതെങ്കിലും ഉപരിലോകത്തിലായാലും ഈ കലിയുഗത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്കിപ്പോ നമ്മുടെ നാട്ടില് തന്നെ സ്വന്തമായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ മറ്റുള്ള അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഭരണത്തിൽ കയറി. നമുക്ക് എന്താ പറയുക, നാട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലായ്മ വന്നു. ഭരിക്കുന്ന ആൾക്കാർക്ക് ദൈവവിശ്വാസം ഇല്ലാത്തവരായാണ്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എല്ലാവരുടെയും ഒരേ ഒരു വിചാരം, ഈ ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്നത് വളരെയധികം ദുഃഖം നൽകുന്ന ആളല്ലേ നമുക്ക് ഓരോരുത്തർക്കും.
അപ്പൊ അതുകൊണ്ട് ഈ ഒരു ജന്മം കൊണ്ട് എനിക്കിനി ഒരു ജന്മം വേണ്ട, ഇത് എനിക്കിനി ലാസ്റ്റ് ജന്മമാണ്, ഇനി എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകണം, അല്ലാതെ വേറൊരു മാർഗവും ഇല്ലാന്ന് പറഞ്ഞ് ഭഗവാനെ മുട്ടിപ്പായി വിളിക്കുക. ഇനി ഒരു ജന്മം ഉണ്ടാകാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാകരുതെന്നുള്ള പ്രാർത്ഥനയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. കാര്യം ഇനി മുന്നോട്ട് അങ്ങോട്ട് പോയി കലിയുഗം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് എന്താണ്, അവിടെ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള യാതൊരു സാഹചര്യങ്ങളും ഉണ്ടാകില്ല, അല്ലേ? ശ്രീലപ്രഭാതർ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു 10,000 വർഷത്തോളം മാക്സിമം കൃഷ്ണഭക്തിയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ അതും ഇല്ല, ഭക്തന്മാരൊന്നും കാണത്തില്ല. പിന്നെ എന്താണ്, മ്ലേച്ഛരെ കൊണ്ട് നിറയും ഭൂലോകം മുഴുവൻ, അല്ലെ? ആ സമയത്താണ് കൽക്കി ഒന്ന് അവതരിക്കുന്നത്, അല്ലെ? ഓർക്കിലെത്രയും പേടിയാമിന്നിമേൽ കൽക്കിയായിട്ടവതരിക്കുന്നതും ഖഡ്ഗവുമേന്തി മ്ലേച്ഛരെയൊക്കെയും വെക്കം കൊൽവതും കാണേണം ഗോവിന്ദാൻ. അപ്പം അതിനു വേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കണമെങ്കിൽ എന്താണ്, കുറേയൊക്കെ ഭക്തന്മാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാണ്, അല്ലെ? വെറുതെ സാധാരണഗതിയിൽ നമുക്ക് ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുണ്ടാകുന്നതനുസരിച്ച് ഭഗവാൻ ഇങ്ങനെ അവതരിക്കാനിരിക്കുകയല്ല. കുറെ ഭക്തന്മാർക്ക് ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഈ കലിയുഗം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത്. 4,32,000 വർഷം വരെ എത്തണം, അപ്പോഴേ ഉള്ളൂ ഭഗവാന്റെ അവതാരം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുവരെയുള്ള പീഡകളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ജന്മത്തിൽ തന്നെ നമ്മൾ ഇവിടെ നിന്ന് അവസാനിപ്പിച്ചു പോകണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർ, ഈശ്വര അവബോധം ശരിക്കും ലഭിക്കാത്തവര്, ഈ അജ്ഞരായിട്ടുള്ള ആൾക്കാരുടെ അടുക്കൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച് അവര് പറയുന്നതാണ് ശരി, ഭഗവാനെ പറ്റി സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിച്ച് മുന്നോട്ട് പോകുന്നവരുമാണ് എന്താണ്, ഇഹലോകത്തിലും പരലോകത്തിലും അവർക്ക് സന്തുഷ്ടിയില്ല, അല്ലെ? അവരുടെയൊക്കെ വിചാരം എന്താണ്, ഇങ്ങനെ പുറമേ ഒക്കെ നടന്ന് കുറെ ഇഷ്ടം പോലെ ആസ്വദിക്കുക, കൈ കിട്ടുന്നൊക്കെ കഴിക്കുക, കറങ്ങി അടിച്ച് നടക്കുക, 2 എണ്ണം വീശുക, അവിടെ ഇവിടെയൊക്കെ പോയി മറ്റുള്ളവരുടെയൊക്കെ കുറ്റം പറഞ്ഞ് ഇങ്ങനെയൊക്കെ നടക്കുക. ഇതാണ് ജീവിതത്തിന്റെ പരമ ലക്ഷ്യം, അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം പേരും, അല്ലെ? ഒരാള് കൃഷ്ണ ഭക്തിയിലേക്ക് പോയെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ പറ്റി, സംതിങ് ഇവർക്ക് എന്തോ പറ്റി, ഇതാണ് അവരൊക്കെ വിചാരിക്കുന്നത്, അല്ലെ? നമുക്കൊക്കെ എന്തോ മാറ്റം സംഭവിച്ചു, ഇവർക്ക് എന്തോ അവർക്ക് മാനസിക നില തെറ്റിയോ? ഒരാൾ കൃഷ്ണഭക്തിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആൾക്കാർ വീക്ഷിക്കുന്നത് അങ്ങനെയാണ്, പുറമെ നമ്മുടെ കൂടെ ഉള്ളവരും ബന്ധുക്കളും ഒക്കെ പറയുന്നതാണ്, സംതിങ് ഇവർക്ക് പറ്റി, ഇവരിനി എങ്ങനെ നന്നാവുമോ? അതുപോലെ ചിലർ വഴിപാട് കഴിക്കുന്നു, ഒന്നുകിൽ ഭർത്താവ് കൃഷ്ണഭക്തിയിൽ നിന്ന് വിട്ടുമാറാനായിട്ട്, അല്ലെങ്കിൽ ഭാര്യ കൃഷ്ണഭക്തിയിൽ നിന്ന് വിട്ടുമാറാനായിട്ട്. കുടുംബജീവിതം ഇതോടുകൂടി നശിച്ചു അല്ലെങ്കിൽ തീർന്നു. ഒരാൾ ഭക്തനായി കഴിഞ്ഞാൽ കുടുംബജീവിതം താറുമാറായി. ഇതാണ് ആൾക്കാരുടെ ഒരു 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 പറച്ചിലും ആ ഒരു കരുതലും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഒരിക്കലും ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾ ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രമാണങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാണ്ട് ശ്രമിക്കുക. അതിന്റെ ഭാവാർത്ഥം നമുക്ക് ആരോടാണ് ചോദിക്കുന്നത്? നമുക്ക് ശാന്തകുമാരി മാതാജി ഇതുണ്ടോ, ഇത് കയ്യിലുണ്ടോ ബുക്ക്? മാതാജി മ്യൂട്ടായി. വായിക്കാം മാതാ, പ്രഭു വായിക്കാം, കുഴപ്പമില്ല. വായിച്ചോളൂ. 40 അല്ലേ പ്രഭു? 40 അല്ലേ? അതെ അതെ, എന്റെ ഭാവാർത്ഥം. ഓം നമോ ഭഗവതേ വാസുദേവ. ഭാവാർത്ഥം: ആധികാരികങ്ങളായ ധർമ്മശാസ്ത്രങ്ങളിൽ വെച്ച് അത്യുത്തമമാണ് ഭഗവത്ഗീത. ഏതാണ്ട് മൃഗപ്രായരായവർക്ക് ഈ ഗ്രന്ഥങ്ങളിൽ വിശ്വാസമോ അവയെക്കുറിച്ച് അറിവോ ഇല്ല. മറ്റു ചിലർക്ക് അറിവുണ്ടെന്ന് മാത്രമല്ല, അവയിൽ ചില സൂക്തങ്ങൾ ഉദ്ധരിച്ച് കേൾപ്പിക്കാൻ കൂടി കഴിയുമെങ്കിലും യഥാർത്ഥത്തിൽ വിശ്വാസം പോരാ. ഭഗവത്ഗീതയെ പോലുള്ള ധർമ്മഗ്രന്ഥങ്ങൾ വിശ്വസിക്കുന്ന മറ്റ് ചിലർക്കാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാനിൽ വിശ്വാസമില്ല, അദ്ദേഹത്തെ ആരാധിക്കുകയുമില്ല. അങ്ങനെയുള്ളവർക്ക് കൃഷ്ണാവബോധത്തിൽ ഒരു നിലനിൽപ്പുമില്ല, അവർ വീണുപോകുന്നു. ഈ പറഞ്ഞവരിൽ വെച്ച് അവിശ്വാസികളും സദാ സംശയാലുക്കളുമായ കൂട്ടർക്കാണ് ഒരിക്കലും ഉയർച്ച സിദ്ധിക്കാതെ വരുന്നത്. ഈശ്വരനിലോ അവിടുത്തെ വചനങ്ങളിലോ വിശ്വസിക്കാത്തവർ ഈ ലോകത്തിൽ ഒരു നന്മയും കണ്ടെത്താറില്ല. പരലോകത്തിലും അങ്ങനെ തന്നെ. അവർക്ക് ഒരിക്കലും സുഖമില്ല.
അതിനാൽ ഏതൊരാളും ധർമ്മശാസ്ത്രങ്ങളിലെ സിദ്ധാന്തങ്ങൾ വിശ്വാസത്തോടെ അറിഞ്ഞ് അനുസരിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ അവർ എന്താണ് മാതാജി നിന്ന് പോയ നേടണമെങ്കിൽ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ശ്രേഷ്ഠരായ ആചാര്യന്മാരുടെ കാലടിപ്പാടുകളെ പിന്തുടരുക തന്നെ വേണം. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഹരേ അപ്പൊ കൃഷ്ണ. നമ്മള് ഭഗവാനെ സംശയാലുക്കളായിട്ട് കണ്ട ഒരുപാട് പേരെ നമ്മള് ഭാഗവതത്തിലും അതുപോലെ തന്നെ മറ്റു പല പുരാണങ്ങളിൽ നിന്നും കണ്ടിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു അല്ലെ. ഭഗവാൻ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു അവരല്ലേ ഭഗവാനെ. ഇത് ഹിരണ്യായ നമഃ എന്ന് പറഞ്ഞ് ആയിരുന്നു പ്രജകളോടൊക്കെ പറഞ്ഞിരുന്നത്. ആരെങ്കിലും നാരായണ നാമം ജപിക്കുവോ നാരായണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ തല ഛേദിച്ചു പോകുമായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാർക്കൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട്. ഒരുപാട് സന്യാസിവര്യന്മാരെയൊക്കെ കൊന്നു, ഒരുപാട് സ്ത്രീജനങ്ങളുടെയൊക്കെ പാതിവൃത്യം പോയി. അങ്ങനെയൊക്കെയുള്ള സമയത്ത് സ്വന്തം പരമഭക്തനായിട്ടുള്ള പ്രഹ്ലാദന് എപ്പോൾ ആ ഒരു ഹാനി ഉണ്ടാകുന്നു ആ സമയത്ത് ഭഗവാൻ സ്തംഭം പിളർന്ന് അവിടെ പുറത്തു വന്നു അദ്ദേഹത്തെ ഹനിച്ചു അല്ലെ. നമ്മൾ ആ ഒരു സാഹചര്യം നമ്മൾ കാണേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മള് എവിടെ വെച്ചിട്ടാണ് പിന്നെ അടുത്ത മറ്റേ കംസൻ അതുപോലെ തന്നെ ഭഗവാനെ ഏത് സമയത്തും വൈരാഗ്യത്തോടു കൂടി കണ്ടിന്ന് കൊല്ലാനായിട്ടാണ് വിളിച്ചത് അല്ലെ. സ്വന്തം അമ്മാവൻ കൊല്ലാനായിട്ടാണ് ഭഗവാനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പം അങ്ങനെ ആ ഒരു കംസൻ അതുപോലെ തന്നെ പൂതന എന്താണ് ചെയ്തത്, ഭഗവാനെ കൊല്ലാനായിട്ട് വിഷം പരട്ടി മാറിടത്തില്. അത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ശിശുപാലനെ ഭഗവാനെ എത്രയാണ് 100 പ്രാവശ്യം എത്രയാണ് ഭഗവാനെ ചീത്ത വിളിച്ചു അല്ലെ. 101ാമത്തെ പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെയാണ് അമ്മയ്ക്ക് വരം കൊടുത്തിരുന്നത് അല്ലെ. ഈ കുട്ടി സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു ജനിച്ചപ്പോ. ആരെ കാണുമ്പോ ഈ കുട്ടി സംസാരിക്കുമെങ്കിൽ എന്നാണോ കണ്ണ് തുറക്കുമ്പോഴെന്നാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ആ ആളായിരിക്കും ഇദ്ദേഹത്തിനെ വധിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഒരു അശരീരി ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ശ്രീകൃഷ്ണൻ അങ്ങനെയല്ല പ്രഭു 100 തെറ്റ് അവന്റെ ക്ഷമിക്കും, 101ാമത്തെ തെറ്റിന് ഇവനെ ഞാൻ വധിക്കുമെന്നാ പറഞ്ഞത്. അതല്ല, ഇത് കണ്ണ് കാണാൻ മേലായിരുന്നാണോ സംസാരിക്കാൻ പറ്റാത്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണോ? അല്ല അതറിയാം, അത് കറക്റ്റാണ്. 100 തെറ്റ് ക്ഷമിക്കും, 100 കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അല്ല മാതാജി, ഞാൻ പറഞ്ഞ ഇതെല്ലാം എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ ഒരേ ഒരു കാര്യത്തിൽ സംശയമുള്ളൂ. ഈ ശിശുപാലൻ ജനിച്ച സമയത്ത് അന്ധനായിട്ടാണോ അതോ സംസാരിക്കാൻ പറ്റാത്ത ആളായിട്ടാണോ എന്നുള്ളതാണ് എന്റെ സംശയം. അതെനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഈ ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ അശരീരിയോ എന്തുണ്ടായി, ആര് വന്ന് കാണുമ്പോൾ ഈ കുട്ടി സംസാരിക്കുന്നോ, ഞാൻ അങ്ങനെ തന്നെ എടുക്കാം, എനിക്ക് ഓർമ്മയില്ല അതേതാന്ന്. അപ്പോൾ അയാളായിരിക്കും ഈ കുട്ടിയുടെ എന്താണ് ഘാതകൻ എന്നും ആ ഒരു പ്രവചനം ഉണ്ടായി. അപ്പം ശിശുപാലന്റെ അമ്മ നോക്കുമ്പോഴത്തേനും കൃഷ്ണൻ വന്നപ്പോൾ മുതലാണ് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ കൃഷ്ണനോട് ശിശുപാലന്റെ അമ്മ ഇതേപോലെ തന്നെ ഇവനെ ഒന്നും ചെയ്യരുത്, ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന മകനാണ് എന്നൊക്കെ പറയുമ്പോൾ ശിശുപാലന്റെ അമ്മയോട് ഭഗവാൻ പറയുന്നതാണ്, ഞാൻ അവന്റെ 100 തെറ്റുകൾ വരെ ക്ഷമിക്കും, ഒന്നുകൂടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പിന്നീട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര പ്രാവശ്യം ഭഗവാനെ ചീത്ത വിളിച്ചു? 100 പ്രാവശ്യം. ഓരോ പ്രാവശ്യം ഭഗവാൻ എണ്ണിക്കൊണ്ടിരിക്കുന്നു. 1, 2, 3 അങ്ങനെ പറഞ്ഞ് എണ്ണി അവസാനം സുദർശനം പോയി തലയെടുത്തു അല്ലെ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മള് രാജസൂയത്തിൽ വെച്ചിട്ട്, അതായത് നമ്മളുടെ യുധിഷ്ഠിര മഹാരാജാവ് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് നടത്തിയ രാജസൂയ യജ്ഞത്തിൽ വെച്ചിട്ടായിരുന്നു ശിശുപാലനെ വധിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലായി അല്ലെ, നമ്മള് ഭഗവാനോട് നമുക്ക് വൈരുദ്ധ്യം തോന്നാനായിട്ട് ചിലർക്ക് അറിയാം. ചില ഡിവോട്ടീസ്, സീനിയർ ആയിട്ടുള്ള ഡിവോട്ടീസ് അല്ലെങ്കിൽ നമ്മൾ ആചാര്യ പദവിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഭർത്താവ് മരിക്കുകയോ അല്ലെ ഒരാളുടെ
മകൻ മരിക്കുകയോ ആക്സിഡന്റിലൊക്കെ മരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിലും അവർക്ക് ആരോടാണ് വിരോധം? ഭഗവാനോടാണ് വിരോധം, അല്ലെ? ഭഗവാൻ എന്തുകൊണ്ട് അത് തടഞ്ഞില്ല? അതുപോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ചിലപ്പം ഭഗവാൻ നമ്മൾ ഗജേന്ദ്രനെ എങ്ങനെയാണ് ചെയ്തത്? ശുദ്ധഭക്തനായ ഇന്ദ്രജിമ്ന മഹാരാജാവിനെ അഗസ്ത്യനെ വിട്ട് ശപിപ്പിച്ചിട്ട് ആനയാക്കിയിട്ട് ആനയെ മുതലേ കൊണ്ട് 1000 വർഷത്തോളം കടുപ്പിച്ചിട്ടാണ് എങ്ങോട്ട് കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള യോഗ്യത ഉണ്ടാക്കുന്നത്, അല്ലെ? വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള യോഗ്യത ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഇതുപോലെ അതുപോലെ ഏതെങ്കിലും നമ്മളെ കർമ്മഫലങ്ങൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ അത് എടുക്കാതെ ഭഗവാൻ എങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റും? അപ്പൊ ഭഗവാന്റെ കൂടുതൽ വാത്സല്യം മൂലമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇത്ര ക്ലാസ് എടുത്തിട്ടും കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ഭഗവാനല്ല ഉത്തരവാദി, നമ്മളുടെ കർമ്മഫലം തന്നെയാണ് അതിന് ഉത്തരവാദി. നമ്മളിവിടെ ജനിച്ചു, നമ്മൾ എത്രയോ കർമ്മഫലങ്ങൾ പേറിയാണ് വരുന്നത്. ഭഗവാന്റെ കൃപ കൊണ്ടും ഭക്തരുടെ കൃപ കൊണ്ടും അതുപോലെ നാമജപത്തിന്റെ മഹിമ കൊണ്ടും അതെല്ലാം ഒരുപാടെണ്ണം ഇങ്ങനെ കുറഞ്ഞു 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 വന്നുകൊണ്ടിരിക്കുക. എന്നാലും ഭയങ്കര വലിയ സംതിങ് ഉണ്ട്. അത് നമുക്ക് എപ്പോഴാ എന്താന്ന് അറിയില്ല, അല്ലെ? നമുക്ക് ചിലപ്പോ ചിലര് നിരീശ്വരവാദിയായി പോകുന്നവരുണ്ട്, ഭയങ്കര കൃഷ്ണഭക്തരായിരിക്കും. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഒന്നുകിൽ ഒരു ജോലി പോവുക, അല്ലെങ്കിൽ വീട് ജപ്തി വന്നു പോവുക, അല്ലെങ്കിൽ എന്താണ് ആരെങ്കിലും ബന്ധുക്കൾ മരിക്കുക, അടുത്ത ബന്ധുക്കൾ മരിക്കുക. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ എന്താണ്, ഇപ്പം രതിദേവി മാതാജിയുടെ ഒരു കൂട്ടുകാരത്തിയുടെ അവര് ചിലപ്പോൾ ഒരുപക്ഷെ അന്ധവിശ്വാസികളായി മാറിക്കാണും, ഭഗവാനൊന്നും ഇല്ലാന്ന് ഒരു വിശ്വാസത്തിൽ എത്തിക്കാണും. കാര്യം അതുപോലെ വലിയ ഒരു പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ, അത് മരിച്ചുപോയി. അവര് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്താനായിട്ട് വലിയ താമസമൊന്നുമില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. ശരിയാണോ മാതാജി? ഇല്ല, ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ച പിന്നെ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനത് ക്ലാസ്സിൽ എനിക്ക് വരാൻ പറ്റാതെ പോയിട്ട് വന്നപ്പോ അവിടെ ക്ഷേത്രത്തിൽ, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ കൊടിയേറ്റുമായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ക്ലാസ്സിൽ കയറാഞ്ഞതാ. അവിടെ ഇസ്കോണിന്റെ ഇതില് നമ്മൾ സത്സംഗവും നടത്തി. പിന്നെ പ്രവീണിന്റെ പേരില് അവിടെ ഇസ്കോണിലൂടെ ക്യാൻസർ രോഗികൾക്ക് ആഹാരമൊക്കെ കൊടുത്ത് പ്രാർത്ഥനയൊക്കെ ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. അതല്ലേ, ഓ ഭയങ്കര ഭാഗ്യം അല്ലെ. അവര് സാധാരണഗതിയിൽ എന്താണ്, അവര് പൂർണ്ണമായിട്ട് അന്ധവിശ്വാസികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഗിരി അവിടുന്ന് ഗോവർദ്ധൻ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇസ്കോണിന്ന് ആളുകളെല്ലാം മാതാജിമാരും എല്ലാരും വന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി. അവിടെ പിന്നെ രാവിലെ അവിടെ പൂജയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 11 മണിയായിട്ടാ എത്തിയേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വെച്ച് തന്നെ പിന്നെ സത്സംഗം ഉണ്ടായിരുന്നു. ഒത്തിരിയും പേരുണ്ടായിരുന്നു, ഒരു 10-60 പേരോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെല്ലാരും കൂടെ തന്നെ അവിടെ പിന്നെ RCC പോയി അവിടെ ഭക്ഷണമൊക്കെ എല്ലാം കൊടുത്തിട്ട് ഞാനിപ്പോ 3 മണിയായപ്പോ അങ്ങ് തിരിച്ചു വന്നിട്ട് പിന്നെ എനിക്ക് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും കൊടിയേറ്റുണ്ടായിരുന്നു. നല്ലതായിരുന്നു, നല്ല പ്രാർത്ഥനയായിരുന്നു. ഹരേ കൃഷ്ണ. എന്തായാലും ആ കുട്ടിക്ക് ഭഗവാന്റെ അടുക്കൽ തന്നെ ചെല്ലാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം ആ മാതാപിതാക്കൾക്ക് എത്രയും പെട്ടെന്ന് മനസ്സിനൊരു സമാധാനം ഉണ്ടാകട്ടെ. കാര്യം അങ്ങനെ ഒരു ഇത് നമ്മളുടെ ഒരു ഗിരിഗോവർദ്ധന പ്രഭു എന്ന് പറയുന്ന ഞങ്ങളുടെ ഇവിടെയുള്ള പലരുടെയും ശിക്ഷാഗുരുവായിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പ്രഭുവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ഇതുപോലെ 2 വർഷം മുമ്പ് ഈ കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ വാർഷികമായിരുന്നു. രണ്ടാമത്തെ വാർഷികം മരണം കഴിഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ മൂത്ത പുത്രൻ ഗൗരഹരി എന്നാണ് പേര്. ഗൗരഹരി എന്ന് പറഞ്ഞാൽ ഗൗരാംഗനെ പോലെ തന്നെ ഇരിക്കുന്നത്, ഇതുപോലെ സൗന്ദര്യമുള്ള ഒരു എഞ്ചിനീയറിംഗിന് 2-3 വർഷം പഠിക്കുന്ന കുട്ടി, പാലക്കാട് എഞ്ചിനീയറിംഗിൽ. അതുപോലെ ഇത് റെയിൽവേ ക്രോസ് ചെവിയിൽ ഈ സാധനം വെച്ച് പാട്ടും കേട്ടുണ്ട്. റെയിൽവേ ക്രോസ് കടന്നു, ട്രെയിൻ വന്ന് ഇടിച്ചു, മരിച്ചു, അല്ലെ? അവർക്ക് 1 വർഷത്തേക്കിന് അവര് രണ്ടുപേരും ബ്രാഹ്മണിക്ക് നിശ്ചിച്ചിട്ടാണ്, ഭാര്യയും ഭർത്താവും. കുട്ടികള് 2 പേരും ഷെൽട്ടറൊക്കെ കഴിഞ്ഞാണ്. അത്രയ്ക്കും ഹൈലി പ്രോഗ്രസ് ആയി. ജന്മം കൊണ്ടും ബ്രാഹ്മണൻ, കർമ്മം കൊണ്ടും ബ്രാഹ്മണര്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പുത്രൻ നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം താടിയൊക്കെ നീട്ടി, അദ്ദേഹം സംസാരിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയിൽ അത്രയ്ക്ക് ഇതായി പോയി, പുത്ര വിയോഗം. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. പിന്നെ മായാപൂരൊക്കെ കൊണ്ട് ഒരുപാട് ബ്രാഹ്മണർക്കും ഗംഗാ പൂജകളൊക്കെ ചെയ്ത് ബ്രാഹ്മണർക്കൊക്കെ ഒരുപാട് ദാനമൊക്കെ ചെയ്ത് അന്നദാനമൊക്കെ കൊടുത്ത് ഇപ്പൊ അത് നോർമലി ഇപ്പൊ ക്ലാസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. ചിലപ്പോൾ സവിതാ മാതാജി ക്ലാസ് കേട്ട് കാണും, അല്ലേ? കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് രാമനവമിക്കാണോ ക്ലാസ്? പ്രഭുവിന്റെ ക്ലാസ് കേട്ടില്ലായിരുന്നോ? കുറച്ചു നേരം ഉണ്ടായിരുന്നു. അന്ന് അതുപോലെ തന്നെ എല്ലാവരും ഗൗരവഹരിക്ക് വേണ്ടിയിട്ട് 2 വർഷമാണ് ജയഗോപാൽ പ്രഭു പറഞ്ഞ ഗൗരവഹരിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ 3 പ്രാവശ്യം ഹരേ 2 വർഷമായി ഭഗവാന്റെ അടുത്തേക്ക് പോയെന്ന് പറഞ്ഞപ്പോ പ്രഭു ഇങ്ങനെ വിതുമ്പ് പറഞ്ഞു.
ഇങ്ങനെ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പ്രഭു ഞങ്ങൾക്കെല്ലാം അത് മനസ്സിലാക്കുന്നു. പ്രഭു ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അതാണ് പ്രശ്നം. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ എത്ര നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞ് നമ്മളുടെ റിയലി നമ്മളുടെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾക്കൊക്കെ താങ്ങാൻ പറ്റുന്നതിൽ ഉപരിയായി മാറുന്നു. അപ്പോഴൊക്കെ നമുക്ക് പഴി ചാരാനായിട്ട് നമ്മൾ എടുക്കുന്ന ആരാണ്? ഭഗവാനെയാണ്, അല്ലെ? ഇതിനെല്ലാം ഉത്തരവാദി ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് കേൾക്കേണ്ടത് ആചാര്യന്മാരിൽ നിന്ന് കേൾക്കണം, ശരിക്കുള്ള ശ്രവണമായിരിക്കണം. അതും ഇതും വഴിയെ പോകുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങളല്ല ശ്രവിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം. അടുത്തത് നമ്മൾ 41ാമത്തെ ശ്ലോകം. യോഗ സന്യസ്ത കർമാണാം ജ്ഞാന സംചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബന്ധന്തി ധനജ്ഞയാ. യോഗ സന്യസ്ത കർമാണാം ജ്ഞാന സംചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബദ്ധന്തി ധനജ്ഞയാ. ഹരേ കൃഷ്ണ. സുജന മാതാജി, മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട്. യോഗസംന്യസ്ത കർമാണാം ജ്ഞാനസംചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബന്ധന്തി ധനഞ്ജയ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. യോഗസന്യസ്ത കർമാണം ജ്ഞാനസംചിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബന്ധന്തി ധനഞ്ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 41. യോഗസന്യസ്ത കർമാണം ജ്ഞാനസംചിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബന്ധന്തി ധനഞ്ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദിന്റെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദ്. ധനഞ്ജയ അല്ലയോ ധനഞ്ജയ, യോഗ സന്യസ്ത കർമാണം ഭക്തിയുത സേവനം വഴി കർമ്മഫലങ്ങളെ ത്യജിച്ചവനായി, ജ്ഞാന സംചിന്ന സംശയം ജ്ഞാനം കൊണ്ട് സംശയങ്ങളെ ഛേദിച്ചവനായി, ആത്മബന്ധം ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയെ കർമാണി കർമ്മങ്ങൾ ന നിബന്ധന്തി ബന്ധിക്കുന്നില്ല. അല്ലയോ ധനഞ്ജയ, തന്റെ കർമ്മഫലങ്ങൾ ത്യജിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവൻ ആധ്യാത്മിക ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥത്തിൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം അയാൾ കർമ്മഫലങ്ങളാൽ ബന്ധിപ്പിക്കപ്പെടുന്നില്ല. അതിന്റെ ഭാവാർത്ഥം ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്ലോകം 41. പ്രഭുപാദ കി ജയ്. ഭാവാർത്ഥം. ഓ നമോ ഭഗവതേ വാസുദേവായ. പരമദൈവാത്മ പുരുഷനായ ഭഗവാൻ സ്വയം അരുളി ചെയ്ത ഗീതോപദേശം അതേപടി അനുസരിക്കുന്ന വ്യക്തി അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ കാരുണ്യത്താൽ എല്ലാ സംശയങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ഭഗവതാംശം എന്ന നിലയിൽ തികച്ചും കൃഷ്ണബോധമാർന്ന അയാൾ ആത്മനിഷ്ഠാന കഴിഞ്ഞ് അതുകൊണ്ട് കർമ്മബന്ധങ്ങൾക്ക് അനീതനാകുമായി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ എന്താണ് കണ്ടത്? അല്ലയോ ധനഞ്ജയ. ഇപ്പൊ ധനഞ്ജയൻ എന്ന് പറഞ്ഞാൽ അർജുനനാണ് പറയണ. തന്റെ കർമ്മഫലങ്ങൾ ത്യജിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവൻ ആധ്യാത്മിക ജ്ഞാനത്തിൽ സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥത്തിൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. ഇപ്രകാരം അയാൾ കർമ്മഫലങ്ങളാൽ ബന്ധിപ്പിക്കപ്പെടുന്നില്ല. അപ്പം നമുക്കൊക്കെ അറിയാം, നമ്മൾ ഏതൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതിന് പ്രതിപ്രവർത്തനമുണ്ട്. നല്ല കർമ്മങ്ങൾ ചെയ്താലും മോശം കർമ്മങ്ങൾ പലതവണ പറഞ്ഞല്ലേ. നല്ലത് ചെയ്ത് കിട്ടുകഴിഞ്ഞാൽ പുണ്യം അനുഭവിക്കണം, മോശം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പാപഫലം അനുഭവിക്കണം. ഏതൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതിന് ഫലമുണ്ട്. പക്ഷെ നമ്മൾ കർമ്മം ചെയ്യാതിരിക്കാണ്ട് നമുക്ക് സാധിക്കുവോ? ഇല്ല. നമ്മള് ജീവാത്മാവായിട്ട് ജനിച്ച ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ കർമ്മമണ്ഡലമാണ് ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരാൾക്കും കർമ്മം ചെയ്യാതിരിക്കാനായിട്ട് സാധ്യമല്ല. അതായത് നമുക്കറിയാം, ജീവജാലങ്ങള്, പക്ഷിയും മൃഗങ്ങളും ഈവൻ സസ്യങ്ങൾ വരെ കർമ്മം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലെ? സസ്യങ്ങൾ നമ്മൾ അനങ്ങുന്നില്ല എന്ന് വിചാരിച്ചാലും ഇവരെല്ലാം കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അമീബ മുതലുള്ള എല്ലാ ജീവജാലങ്ങളും അവർക്ക് അനുയോജ്യമായിട്ടുള്ള അവരുടെ ശരീരഘടന അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ നമുക്കറിയാം, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും
ഒന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരു മുറിയിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് മനസ്സ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പൂർണ്ണമായിട്ടും മനസ്സായിരിക്കും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ. അപ്പൊ കർമ്മത്തിൽ നിന്നും ആർക്കും ഒരിക്കലും ഒരു മോചനമില്ല. അപ്പൊ ഈ കർമ്മത്തിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ വലുതാണ്. കർമ്മമീമാംസ മനസ്സുകൊണ്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പോലും ഫലമുണ്ട്. നല്ല കർമ്മങ്ങൾ ചെയ്താൽ നല്ല ഫലം അനുഭവിക്കാനായിട്ട് ജനിക്കേണ്ടി വരും. ചിലപ്പോൾ ഉപരിലോകങ്ങളിലേക്ക് പോകേണ്ടി വരും. ഉപരിലോകങ്ങളിലേക്ക് പോയിട്ട് ഇന്ദ്രലോകത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അപ്സരസമാരും മധുപാനവും അതും ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ ചെയ്ത പുണ്യകർമ്മത്തിന് 100 മാർക്കാണെന്ന് ആ 100 മാർക്കിന്റെ ഗ്രേഡ് കഴിയുമ്പോഴത്തേനും വീണ്ടും താഴേക്ക് താഴ്ത്തപ്പെടുത്തുന്നു. വീണ്ടും താഴെ ലോകങ്ങളിലേക്ക് വരേണ്ടി വരും. അതിന്റെ ആ ഒരു ഗ്രേഡ് തീർന്നു. നമ്മൾ എത്ര മാർക്കാണ് ഇവിടുന്ന് സ്കോർ ചെയ്തത് പുണ്യഫലങ്ങളുടെ ആ 100 മാർക്ക് സ്കോർ ചെയ്യുന്നത് 100 മാർക്ക് കഴിയുമ്പോൾ ദേവലോകത്ത് നിന്ന് താഴ്ത്തപ്പെടുത്തി താഴേക്കുള്ള ലോകങ്ങളിലേക്ക് പോകേണ്ടി വരും. നമ്മളുടെ ലോകത്തിൽ നിന്നും ഒരു ലോകം കൂടെ മുകളിലാണ് എന്ത് ദേവലോകം, സ്വർലോകം എന്ന് പറയും അല്ലെ. ഏതാണ് ഇത്? ഭൂർലോകം, ഭൂവർലോകം, സ്വർലോകം. നമ്മുടെ ഇവിടുന്ന് 3ാമത്തെ ലോകമാണ് സ്വർലോകം. അപ്പൊ ആ സ്വർലോകത്തിൽ നിന്ന് താഴ്ത്തപ്പെടുത്തി വീണ്ടും ഭൂമിയിലേക്ക് ചെയ്ത് കർമ്മം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് കാണുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് പുണ്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് കർമ്മഫലമുണ്ട്. പാപം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ വലിയ പ്രതിപ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. പാപം ചെയ്തു കഴിഞ്ഞെങ്കിൽ എന്താണ് താഴേക്കിടയിലുള്ള ലോകങ്ങളിൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ നീചജാതിയിലുള്ള ജന്തുക്കളായിട്ട് ജനിക്കേണ്ടി വരും. സസ്യങ്ങളോ മൃഗങ്ങളോ അതുപോലെയുള്ള മറ്റ് ജീവജാലങ്ങളൊക്കെ ആയിട്ട് ജനിക്കേണ്ടി വരും. വസ്ത്രമില്ലാതെയാണ് നമ്മളുടെ കർമ്മം ചെയ്യുന്നതെങ്കിലോ, വസ്ത്രമില്ലാതെ കർമ്മം ചെയ്താൽ മരങ്ങളായിട്ട് ജനിക്കേണ്ടി വരും അല്ലെ. നമ്മൾ അറിഞ്ഞാൽ മൃഗങ്ങൾ വസ്ത്രമില്ലാതെയാണല്ലോ നിൽക്കുന്നത് അല്ലെ. അപ്പൊ വസ്ത്രമില്ലാത്ത പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെങ്കിൽ നമ്മള് മൃഗങ്ങളായിട്ട് സസ്യങ്ങളായിട്ട് ജനിക്കേണ്ടി വരും. അപ്പം ഈ പറയുന്ന എന്തിനും നമുക്ക് കർമ്മമുണ്ട്, കർമ്മഫലമുണ്ട്. ഈ കർമ്മഫലങ്ങളെ ത്യജിക്കാനായിട്ടാണ് ഭഗവാൻ പറയുന്നത്. കർമ്മഫലങ്ങളെ അങ്ങനെ ത്യജിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? അതുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലം ഒന്നും ഇച്ഛിക്കാതെ വേണം ചെയ്യാനായിട്ട്. ഫലം ഇച്ഛിക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? നമുക്കിപ്പോ ജോലി ചെയ്തു, സാലറി ഒന്നും വേണ്ട. ഇപ്പൊ ഞാനിപ്പോ ഓഫീസിൽ ജോലിക്ക് പോവാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നാ മതി, എനിക്ക് അത്യാവശ്യം ഒന്ന് ഭക്ഷണം കഴിക്കാനുള്ള കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? എന്നാലോചിച്ച്, ഈ കലിയുഗത്തിൽ നമുക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ്, നമ്മളെല്ലാവരും ശൂദ്രരാണ്, എല്ലാവരും ശൂദ്രന്മാരാണ്. നമുക്ക് സേവ ചെയ്യാതിരിക്കാൻ, നമുക്കൊരു മാസ്റ്ററെ സേവിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു മാസ്റ്റർ കാണും നമുക്കല്ലേ. അപ്പൊ അവരെ സേവിച്ച് നമുക്ക് ജോലി ചെയ്യാതെ നമുക്ക് സാധ്യമല്ല. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ ഇല്ലാതാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ എല്ലാം നമ്മൾ ഭഗവാനെ മുൻപിൽ നിർത്തുക. എന്ത് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഇപ്പൊ ഭഗവാന് സമർപ്പിക്കാൻ പറ്റാത്ത കർമ്മങ്ങളുണ്ട്, സമർപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മള് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാർ കൂടുതലും ചെയ്യുന്ന ഭഗവാനിൽ സമർപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. മദ്യപിച്ചിട്ട് അത് ഭഗവാനിൽ സമർപ്പിക്കാണ്ട് പറ്റുമോ? ഒരാളെ കൊന്നിട്ട് ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് ഈ കൊല ചെയ്തെന്ന് പറയാണ്ട് പറ്റുമോ? ഒരാളുടെ അടുക്ക് ചെന്ന് മോഷ്ടിച്ചിട്ട് ഭഗവാൻ ഒരുപാട് മോഷ്ടിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ ഈ മോഷണം പെരുങ്കള്ളനായ ഭഗവാന് സമർപ്പിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുമോ? അതാണോ ഈ കർമ്മഫലങ്ങളെ അങ്ങനെയാണോ ത്യജിക്കുന്നത്? അല്ല. നമ്മള് ഏത് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ്, ഭഗവാനെ ഞാൻ അവിടുത്തെ സേവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കർമ്മത്തിന്റെ ഒരു പങ്ക് ഞാൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അവിടുത്തെ സേവയ്ക്ക് വേണ്ടിയിട്ട് എന്താണ്, എന്റെ ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം എന്റെ ശരീരത്തിൽ അങ്ങോട്ടേക്ക് എങ്ങും ചെന്നാലല്ലേ ഉള്ളൂ. ഈ ആത്മാവ് വഹിക്കുന്ന ഈ ശരീരത്തിനും പോഷണം വേണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ കർമ്മം ചെയ്യുന്നു. അതിന് നിന്റെ സേവയ്ക്കായിട്ട് ഞാൻ അതിലെ ഒരു പങ്ക് ഞാൻ വിനിയോഗിക്കുന്നു. ബാക്കി അതുപോലെ തന്നെ എന്നെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാർക്കും അവർക്ക് കൃഷ്ണാവബോധം ഉണ്ടാകാനായിട്ടുള്ള മൈൻഡും ഇന്റലിജൻസും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നുള്ള അംശം വിനിയോഗിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കണമേ എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ കർമ്മഫലത്തെ നമുക്ക് ത്യജിക്കാൻ പറ്റും. ഇതിന് കർമ്മഫലം ഉണ്ടോ? ഇല്ല, സീറോയാണ്, ന്യൂട്രലാണ് അല്ലേ. മറ്റേതാണെങ്കിൽ കർമ്മഫലം, ഗുണത്തിന്റെ കർമ്മഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ നല്ല പങ്ക് അനുഭവിക്കാനായിട്ട്, ഇപ്പൊ ഇവിടുത്തെയൊക്കെ അറബികളായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ടല്ലോ അല്ലെ, 4ഉം 5ഉം ഭയങ്കര വലിയ ലക്ഷക്കണക്കിന് വിലയുള്ള കാറുകളും 5ഉം 6ഉം ഗദ്ദാമമാരും അവിടെ ഇവിടെ സേവകർ ഇടത്തും വലത്തും നിന്നാണ് പോകുന്നല്ലേ.
അപ്പൊ ഇവരൊക്കെ എത്രയോ നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇത്രയും നല്ല സിറ്റുവേഷനിൽ താമസിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് ചെയ്യുന്നത് എന്താണ്? ഈ ജീവജാലങ്ങളെയൊക്കെ ചുട്ടുകൊന്ന് അതൊരു ടേബിളിന് മുന്നിൽ ഇരുന്നിട്ട് എടുത്ത്, അതായത് വലിയ ഈ ആടിനെയൊക്കെ എന്താണ് തൊലി ഉരിച്ചിട്ട് തീക്കകത്തിട്ട് വന്നിട്ട് അതിന്റെ ഉള്ളിൽ ബിരിയാണിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് അത് മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങളാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് അവർ പിന്നെ എങ്ങോട്ടേക്ക് പോകുന്നു? വീണ്ടും ലോവർ കാറ്റഗറിയിലുള്ള ഇതിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമ്മളത് ഭഗവാനിൽ സമർപ്പിക്കാതെയാണ് ചെയ്തതെങ്കിൽ അതിന്റെ പ്രതിപ്രവർത്തനങ്ങൾ വലുതായിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? പ്രതിപ്രവർത്തനങ്ങൾ വലുതായിരിക്കും. അത് താങ്ങാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ നമുക്ക് മുന്നിലേക്ക് പോകാൻ നേരത്ത് നമുക്ക് വിലങ്ങുതടിയായിട്ട് ആധ്യാത്മിക ജ്ഞാനത്തിൽ പുരോഗതി ഉണ്ടാകാതെ നമ്മളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ എന്താണ്? സംശയം. എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ സംശയമാണ് അല്ലെ? ഭഗവാൻ എന്താണ്? ഭീഷ്മദേവൻ അത്രയും വലിയ വൈഷ്ണവനം 12 വൈഷ്ണവരിൽ ഒരാളാണ്. ഭീഷ്മദേവരോട് ഭഗവാൻ അനീതി കാണിച്ചു. അത് പാടുണ്ടോ? അതുപോലെ തന്നെ ഭഗവാൻ രാധാറാണിയെ എന്താണ് ഉപേക്ഷിച്ചു. അവിടുന്ന് എന്താണ് അവർക്ക് നിത്യവിരഹം കൊടുത്തിട്ട് പോകുന്നു. അത് ചെയ്തത് ശരിയാണോ? കർണന്റെ രഥം താഴ്ത്തി. അതുപോലെ കർണനെ ബ്രഹ്മാസ്ത്രം ഏത് കൊല്ലാണ്ട് അർജുനോട് ഉപദേശിച്ചു. അതുപോലെ തന്നെ അടുത്ത് എന്താണ് നമ്മൾ പറയുന്നത്? എന്നാ കുഞ്ചര? അശ്വത്ഥാമ ശതകുഞ്ചര. അപ്പൊ എന്താണ്? അശ്വത്ഥാമാവ് എന്ന ആന അല്ലേ മരിച്ചു എന്ന് പറയുന്ന യുധിഷ്ഠിരനെ മാറ്റി പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാം കണ്ടെത്തുന്നത് അല്ലെ? ഭഗവാനെ ഏതെങ്കിലും രീതിയിൽ അതുപോലെ തന്നെ ഗോപികമാരുടെ വസ്ത്രം എടുത്തു മാറ്റി, അതുപോലെ വെണ്ണ വീടുകളിലൊക്കെ പോയി കക്കുന്നു. ഈ ഒരു രീതിയിലുള്ള വീക്ഷണകോണിൽ കൂടെയാണ് നമ്മള് ഭഗവാനെ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ്? ഇങ്ങനെയുള്ള ആളെ എങ്ങനെ നമ്മൾ ഭഗവാനായിട്ട് എടുക്കും? ഇങ്ങനെ ഒരാളെയാണോ ശരിക്കും നമ്മൾ ഭഗവാനായിട്ട് കണക്കാക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെ മാനിക്കും? കാരണം അദ്ദേഹം ചെയ്തത് മുഴുവൻ അധർമ്മമാണ് എന്നൊക്കെയുള്ള സംശയദൃഷ്ടിയാണ് നമുക്കെല്ലാം ഉള്ളത് അല്ലെ? നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ഭഗവാൻ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഓരോന്നിനും അതിന്റെ കാര്യം. ഗോപികമാരുടെ വസ്ത്രം എന്താണ്? നമ്മുടെ ഭൗതിക വസ്ത്രം എന്താണ്? ഇതല്ലേ ഈ ഒരു വസ്ത്രം. ഇത് എന്തായിരുന്നു? ആ ഗോപി വസ്ത്രാഭരണ ലീലയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? പിന്നെ നമ്മള് ശരീരം ഈ അഭിമാനം, നമ്മുടെ ഭൗതികമായ വസ്ത്രം ഉപേക്ഷിച്ച് ആത്മീയമായ വസ്ത്രം ധരിക്കുക എന്നുള്ള ആ ഒരു ഇതാണ്. ഞാൻ ഈ ശരീരമല്ല ആത്മാവാണെന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ കൂടെ പഠിച്ച ആ ഒരു തത്വത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് ഭഗവാൻ അവിടെ ചെയ്തത്. ഭഗവാന്റെ ഒരു കൊച്ചുകുട്ടിയായിരുന്നു അല്ലെ? അതുപോലെ തന്നെ ഭഗവാന് നഗ്നത കാണണമെങ്കിൽ എത്രയോ പേരെ വേണ്ടി സൃഷ്ടിച്ചിരിക്കാം അല്ലെ? ഈ ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും എന്താണ്? മുഴുവൻ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്ന ആളാണ്. ഈ പ്രപഞ്ച സ്വരൂപനായ വിശ്വരൂപം, വിശ്വം മുഴുവൻ ഓം വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവി ഭവത് പ്രഭു. ഈ ഭൂതങ്ങളെ മുഴുവൻ ഉള്ളിൽ ധരിക്കുന്ന ആളാണെന്നുള്ളത് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാന് എന്താണ് എത്ര ഭാര്യമാരാണ്? 16,108 ഭാര്യമാരുണ്ട് എന്ന് പറഞ്ഞ അടുത്ത ഇതാണ് പറയുന്നത്. 16,108 ഭാര്യമാർ എത്ര വർഷങ്ങളായിട്ട് തപസ് ചെയ്തിട്ട് ഭഗവാന്റെ പത്നിമാരാകാനായിട്ട് കൊതിച്ചിരുന്ന ആൾക്കാരാണ് അവിടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും സർവ്വ ജീവജാലങ്ങളും ഭഗവാന്റെ ഭാര്യമാരാണ് അല്ലെ? ഭർത്താരമഹിമന്യതേ. ഭഗവാൻ സർവ്വ ജീവജാലങ്ങളുടെ ഭർത്താവാണ് അല്ലെ? ഇത് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? നമ്മളെ സംരക്ഷിക്കുന്നവൻ, രക്ഷപ്പെടുത്തുന്ന ആളാണ് ഭർത്താവ് അല്ലെ? നമ്മളെ പരിരക്ഷിക്കുന്ന ഒരാള്. അപ്പം നമ്മളെല്ലാം വിചാരിക്കുന്നത് നമ്മളെ താലി കെട്ടിയിരിക്കുന്ന ആ ഒരാളാണെന്ന് നിങ്ങൾ വിചാരിക്കും, നിങ്ങളുടെ ഭർത്താവ് അല്ലെ? കാര്യം എല്ലാ ജീവജാലങ്ങളുടെയും ഭർത്താവ് ഭഗവാനാണ്. അപ്പൊ ഭഗവാന് അസംഖ്യം എത്ര കോടി ഭാര്യമാരുണ്ടായാലും എന്താണ് നമ്മൾ അതിനെപ്പറ്റി എന്തിനാണ് വേവലാതിപ്പെടുന്നത്? അടുത്തത്, അപ്പൊ അവരെ സ്വീകരിക്കാനായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. നരകാസുരന്റെ തടവറയിൽ നിന്ന് കൊണ്ടുവന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും കഥകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് സംശയം. പിന്നെ അടുത്ത് എന്തുകൊണ്ടാണ് ഗോപസ്ത്രീകൾക്കെല്ലാം വിരഹം കൊടുത്തത്? ഭഗവാൻ ആടി വന്ന് ആ വ്രജയിൽ നിന്ന് ഭഗവാനെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. മഹാഭാരത യുദ്ധം, ഗീതോപദേശം,
അതുപോലെ തന്നെ എന്താണ് പറഞ്ഞ കംസന് മോക്ഷം കൊടുക്കുക, അത് കഴിഞ്ഞ് ദ്വാരക, അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടല്ലേ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആ ഗോപിമാർ അവിടെയാണ്, ഭഗവാൻ അവിടെ സ്റ്റക്കായിട്ട് കിടക്കും അല്ലേ. ഒരിക്കലും ഭഗവാൻ അവിടെ നിന്ന് പോരാനായിട്ട് പറ്റത്തില്ല. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളുടെ കൂടെ, നമുക്കൊരു ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഇപ്പം ജ്ഞാനാംബിക മാതാജിക്ക് ആണെങ്കിൽ 2 ആമക്കളാണ് ഉള്ളത് അല്ലെ. അപ്പൊ ജ്ഞാനാംബിക മാതാജിക്ക് 2 ആമക്കളോട് ഒരേ സ്നേഹമാണ്. ഏതൊരു അമ്മയ്ക്കും അങ്ങനെയാണ്. ചില വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ നമുക്ക് മക്കൾക്ക് ഒരു അംഗവൈകല്യം ഉണ്ടോ, അവനൊരു കഴിവ് കുറവാണോ, അല്ലെങ്കിൽ അവൻ പഠിക്കില്ല എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ആ സ്നേഹത്തിന് നമ്മൾ ചിലപ്പോൾ ഓരോ വഴക്കൊക്കെ പറയും, എങ്കിലും അങ്ങനെ ഒരു താരതമ്യം നമ്മൾ കാണിക്കില്ല. അപ്പൊ അവരെപ്പോഴും അടുത്തുണ്ടെങ്കിൽ നമ്മൾ ആ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാണ്ട് പറ്റില്ല അല്ലേ. അവരെപ്പോഴും അടുത്തുണ്ടെങ്കിൽ. പക്ഷെ ഒരു മകൻ വിദേശത്ത് പോയി 4 വർഷം 5 വർഷം എടുത്തു. അവൻ വരാനായിട്ട് ഇങ്ങനെ അതെ, ഫ്ലൈറ്റ് കൺഫേംഡ് ആണ്, ഞാന് അടുത്ത 10-ാം തീയതി അങ്ങോട്ടേക്ക് എത്തുക അമ്മയെന്ന് പറയുമ്പോഴത്തേന് അമ്മ ഇവിടെ എന്തൊക്കെയാണ് അവിടെ മുഴുവൻ അടിച്ചുവാക്കിയിരുന്നു, മകന്റെ ബെഡ് വിരിക്കുന്നു, ബെഡ്ഷീറ്റ് വിരിച്ച് കഴുകിയിടുന്നു, അവന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു, അച്ചാർ ഇടുന്നു, അതുപോലെ ഉപ്പേരിയൊക്കെ വറുത്തു വെക്കുന്നു. എന്തൊരു സ്നേഹമായിരിക്കും. അപ്പൊ മറ്റേ മകൻ പറയും, ഓ ഞാൻ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അതേ വിദേശത്ത് പോയ മകനോടാണ് കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെ അല്ലെങ്കിലും എന്താണ്, അത്രയും നാളും കാണാതിരുന്നുകൊണ്ട് ഇതിനെ പരകീയ സ്നേഹം എന്നുണ്ട്. പരകീയ സ്നേഹം എന്നാണ് ഈ ഒരു ഇതിനെ പറയുന്നത്. നമുക്കറിയാമല്ലോ, വിവാഹത്തിന് മുൻപേ എല്ലാവരും ഒരുപാട് ഫോണൊക്കെ വിളിച്ച് നടന്ന് ഒരു ഭയങ്കര സ്നേഹമാണ് അല്ലെ. നമ്മള് ഇപ്പൊ കെട്ടാൻ പോകുന്ന ആള് വിദേശത്താണ്, കല്യാണം കഴിക്കുന്ന പെണ്ണ് നാട്ടിലാണെങ്കിൽ ഫോണൊക്കെ വിളിച്ചിട്ട് നമുക്കറിയാം ഒരുപാട് ഭയങ്കര. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് 1-2 മാസം കഴിയുമ്പോൾ എന്താണ്, ഇതങ്ങ് പോകും. അതപ്പം ആ ഒരു അതിന് മുൻപേ ഉള്ള കാര്യത്തിന് പരകീയ സുഖം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഭഗവാൻ എന്താണ് ചെയ്തത്, ഭഗവാന്റെ അടുക്കൽ നിന്ന് വിട്ട് കഴിഞ്ഞ് ഗോവിന്ദ വിരഹേണമേ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. ഗോവിന്ദനെ വിരഹം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ നിന്നുണ്ടാകുന്ന ഭക്തി, വിരഹഭക്തി, വേർപാടിന്റെ ഭക്തി, അല്ലെങ്കിൽ പരകീയ ആ ഒരു സ്നേഹം. അടുത്ത് നിൽക്കുമ്പോൾ അത് അനുഭവിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൂരെ നിൽക്കുമ്പോൾ എന്താണ്, ആ വിരഹത്തിന്റെ ആ ഒരു വേദന കൂടിയ താപം, ഉയർന്ന താപനിലയിലുള്ള ഒരു ഭക്തിയാണ്. ഇത് ഏറ്റവും ഉയർന്ന ഭക്തിയായിട്ടാണ് ഈ ഒരു വിരഹഭക്തിയെ കാണുന്നത് അല്ലെ. അപ്പൊ സദാഹരിയാണ് അവരല്ലേ. ഏത് ജോലി ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്താണ്, ഭഗവാനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് അവരെ എത്തിച്ചു. അപ്പൊ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തു ആ വിരഹ പ്രേമഭക്തി, അതീന്ദ്രിയ വിരഹ പ്രേമഭക്തി. ഇത് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇതിനെല്ലാം കാരണമുണ്ട്. ഓരോ ഭഗവാന്റെ ലീലകൾ ചെയ്തപ്പോൾ അതിനെല്ലാം കാരണങ്ങളുണ്ട്. പക്ഷെ ഇത് നമ്മള് ആധികാരികമായിട്ടുള്ള സോഴ്സിൽ നിന്ന് ശ്രദ്ധിക്കുന്നില്ല. കാര്യം നമ്മളിത് എന്താണ്, തെറ്റായ ദൃഷ്ടിയിൽ കൂടെ, സംശയ ദൃഷ്ടിയിലാണ് ഭഗവാനെ നമ്മൾ കാണുന്നത്. ഭീഷ്മ ആചാര്യനെ സ്ത്രീകളെ കൊണ്ട് വധിപ്പിക്കാനായിട്ട് എന്താണ് കാര്യം, ഭീഷ്മദേവന്റെ പാസ്റ്റ് ലൈഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹം ദ്യോ എന്ന് പറയുന്ന അഷ്ടവസുക്കളിൽ ഒരാളായിരുന്നു അല്ലെ പ്രഭാസ് എന്ന് പറയുന്ന ആള്. ഇദ്ദേഹം ചെന്ന് വസിഷ്ഠ മുനിയുടെ ആശ്രമത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ ഒരു പ്രഭാവം കൊണ്ടാണ് മോഷ്ടിക്കാണ്ട് പ്രേരിപ്പിച്ചത്. മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ച വസിഷ്ഠ മുനി 8 പേരെ ശപിച്ചു. അപ്പൊ 8 പേരെ ശപിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് കൂടുതൽ ഒരു 10-400 വർഷം എന്താണ് ഭൗതിക ലോകത്തിൽ ജീവിച്ചിട്ട് കഷ്ടതകൾ മുഴുവൻ അനുഭവിക്കാനും അതുപോലെ തന്നെ ഒരു സ്ത്രീ സംസർഗം ഉണ്ടാകാതിരിക്കാനും. കാര്യം സ്ത്രീ കാരണമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അങ്ങനെ ശാപം കിട്ടി വന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇത് മുഴുവൻ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ ഭഗവാന്റെ പരമ ഭക്തനുമാണ്. പിന്നെ അദ്ദേഹത്തിന് സ്വച്ഛന്ത മൃത്യു എന്നുള്ള വരദാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ഭഗവാൻ നിരൂപിച്ചു കഴിഞ്ഞാൽ ഈസി ഇദ്ദേഹത്തിനെ ഇല്ലാതാക്കാനും അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാനും സാധിക്കും. പക്ഷെ ഭഗവാൻ അത് ചെയ്തില്ല. അപ്പൊ ശിഖണ്ഡി എന്താണ് പ്രതിജ്ഞ എടുത്തിട്ട് അവതരിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ കൊല്ലം. അപ്പൊ ശിഖണ്ഡിക്കും അവസരം കൊടുക്കണ്ടേ. അംബ ശിഖണ്ഡിയായിട്ട് വന്ന് പിറന്നിരിക്കുകയാണ്. അംബയുടെ പ്രതിജ്ഞ എന്താണ്, അത് പരശുരാമന്റെ അടുക്കൽ നിന്നൊക്കെ വരദാനം മേടിച്ച ആണ്, മഹാദേവന്റെ അടുക്കൽ നിന്നൊക്കെ. അപ്പൊ അത് പൂർത്തിയാക്കുകയും വേണം, ഇദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുകയും വേണം, ഇദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുകയും വേണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ ഭഗവാൻ. അപ്പൊ ചെയ്യുന്നത് എന്താണ്, ഭഗവാന് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയോ ജന്മങ്ങൾക്ക് മുൻപേയുള്ള നമ്മുടെ കാര്യങ്ങൾ വരെ അറിയാം. ഇത് അറിഞ്ഞിട്ടാണ് അതിന്റെ ഫലം തരുന്നത്. കർണൻ ചെയ്തോ, ഒരുപാട് അധർമ്മങ്ങൾ ചെയ്തു. ദ്രൗപദിയെ 5 ഭർത്താക്കന്മാരെ വെച്ചുകൊണ്ടിരിക്കുന്ന വേശ്യാസ്ത്രീ എന്ന് പറഞ്ഞിട്ട് അപമാനിച്ചു സഭയിൽ വെച്ചിട്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റുകൾ ചെയ്ത് ആ ഒരു കർണനെ എന്ത് ചെയ്തു,
അത്രയും തെറ്റുകൾ ചെയ്ത ആൾക്ക് ഇതേ ഒരു ശിക്ഷ കൊടുക്കാം. കാര്യം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, ധർമ്മസ്തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാൻ എന്ത് പറയുന്നു അതാണ് ധർമ്മം. ഭഗവാൻ രചിച്ച ധർമ്മത്തെ മുഴുവൻ രചിച്ചു വെച്ചിരിക്കുന്നു, ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഭഗവാനാണ്. അപ്പൊ അത് രചിച്ച ആൾക്ക് അത് പൂർണ്ണമായിട്ടും അത് തെറ്റിക്കാനും അതിന് അവകാശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് അതിനെ എന്താണ് ശരിയെന്നോ തെറ്റാണെന്ന് പറയാനുള്ള യാതൊരു അധികാരം. ഭഗവാൻ എന്ത് ഇഷ്ടമുണ്ടോ അതാണ് ധർമ്മം. കാര്യം അർജുനോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അർജുനൻ അത് അതേപടി അനുസരിച്ചപ്പോൾ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിച്ചു. ധർമ്മമാണ് അർജുനൻ ചെയ്യുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുക. അത്രയും മാത്രം ചെയ്യുക. അല്ലാതെ ബാക്കി കേൾക്കുന്നതെല്ലാം നമ്മള് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുക്കൽ ചെവി കൊടുക്കാനേ പോകരുത്. ഭഗവാനെ പറ്റി കുറ്റം പറയാൻ വരുന്ന ആൾക്കാരുടെ അടുക്കൽ കുറച്ചെങ്കിലും കുറ്റം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ മനസ്സ് ഇതായി പോകും. ഇനി അടുത്തത് അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ടത്, സംശയ ദൃഷ്ടിയാൽ ഭഗവാനെ നോക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യരുത്. ഭഗവാനെ പറ്റി സംശയം പറയുന്നവരുടെ അടുക്കൽ നിന്ന് എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറി നിന്ന് കൊടുക്കുക. നമ്മൾ തർക്കിക്കാനൊന്നും പോകണ്ട. തർക്കിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് വീണ്ടും പ്രക്ഷുബ്ധമാകും, അല്ലെ? തർക്കിക്കാനൊന്നും പോകണ്ട. ഇതിനെപ്പറ്റി തർക്കിച്ച് വരുന്ന ആൾക്കാരുടെ അടുക്കൽ നിന്ന് വളരെ സൗമ്യമായിട്ട് പറഞ്ഞിട്ട്, ഹരേ കൃഷ്ണ, എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ജ്ഞാനമില്ല, എനിക്ക് നിങ്ങളോട് ഇതിന് മറുപടി പറയാനുള്ള ജ്ഞാനമില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുക്കൽ നിന്നും അല്ലെങ്കിൽ വേറെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് വിഷയങ്ങൾ മാറ്റിയിട്ട് അവിടുന്ന് പോരുക. ഒരിക്കലും തർക്കിക്കാനാണ് നിൽക്കണ്ട. നമ്മളെ തിരിച്ച് കടിക്കില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന കേൾക്കാനുള്ള നല്ല ശ്രോതാക്കളുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ പറഞ്ഞ് അധികാരിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. അടുത്ത 42ാമത്തെ അവസാനത്തെ ശ്ലോകമാണ് ഈ അധ്യായത്തിലെ അതീന്ദ്രിയ ജ്ഞാനത്തിലെ. തസ്മാദജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസിനാത്മനഃ ചിത്വൈനം സംശയം യോഗ മാദിഷ്ടോത്തിഷ്ഠ ഭാരത. തസ്മാദജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസിനാത്മനഃ ചിത്വൈനം സംശയം യോഗ മാദിഷ്ടോത്തിഷ്ഠ ഭാരത. തസ്മാദജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസിനാത്മനഃ ചിത്വൈനം സംശയം യോഗ മാദിഷ്ടോത്തിഷ്ഠ ഭാരത. ഹരേ കൃഷ്ണ. സൗഭാഗ്യവതി കലാമാതാജി. മാതാജി മ്യൂട്ടിലാണ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാദജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസിനാത്മനാ ചിത്വായേനം സംശയം യോഗമാദിഷ്ടോ ഉത്തിഷ്ഠ ഭാരത. ഹരേ കൃഷ്ണ. അടുത്തത് പത്മ മാതാജി. ഹരേ കൃഷ്ണ. തസ്മാദജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസിനാത്മനാ ചിത്തൈനം സംശയം യോഗമാദിഷ്ടോത്തിഷ്ഠ ഭാരത. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് രതിദേവി മാതാജി, അല്ല ഷിബി മാതാജി. ഹരേ കൃഷ്ണ. തസ്മാദജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസിനാത്മനാ ചിത്വൈനം സംശയം യോഗമാദിഷ്ടോത്തിഷ്ഠ ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതയുടെ പദാനുപദ തർജ്ജമ ജയശ്രീലപ്രഭ. തസ്മാത് അതുകൊണ്ട്, ആത്മനഃ തന്റെ ആത്മ അജ്ഞാന സംഭൂത അജ്ഞാനത്തിൽ നിന്ന് ജനിച്ച, ഹൃസ്തം ഹൃദയസ്ഥിതമായിരിക്കുന്ന, ഏനം സംശയത്തെ ജ്ഞാന ഖഡ്ഗം കൊണ്ട് ചിത്വ ഛേദിച്ചിട്ട്, ഭാരത ഹേ ഭാരത, യോഗത്തിൽ ആദിഷ്ട സ്ഥിതി ചെയ്തുകൊണ്ട്, ഉത്തിഷ്ഠ എഴുന്നേൽക്കുക. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്. അങ്ങനെ അജ്ഞാനത്തിൽ നിനക്കുണ്ടായ സംശയങ്ങളെ ജ്ഞാനത്തിന്റെ വാൾ കൊണ്ട് അറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ ഭാരത, യുദ്ധം ചെയ്യൂ. സുബ്രത മാതാജി എന്റെ ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: ജീവസത്തയുടെ സർവകാലികമായ പ്രവർത്തനം അഥവാ സനാതന യോഗം എന്നാണ് ഈ അധ്യായത്തിൽ
പ്പെട്ട യോഗ പദ്ധതിയുടെ പേർ. ഈ യോഗത്തിന് 2 വിധം യജ്ഞശാഖകളുണ്ട്. ഒന്ന് ദ്രവ്യയജ്ഞം, മറ്റേത് ആത്മജ്ഞാനം അഥവാ ശുദ്ധമായ ആധ്യാത്മികമായ പ്രവർത്തനം. ദ്രവ്യയജ്ഞം ആത്മസാക്ഷാത്കാരത്തിലേക്ക് വഴിയൊരുക്കുന്നില്ലെങ്കിൽ തികച്ചും ഭൗതികമായി പോകുന്നു. പക്ഷേ ആത്മീയ ലക്ഷ്യത്തോടു കൂടിയോ ഭക്തിപൂർവകമായ സേവനമെന്ന നിലയ്ക്കോ ചെയ്യപ്പെട്ടാൽ അതൊരു പരിപൂർണ യജ്ഞമായി. ആധ്യാത്മിക പ്രവർത്തനങ്ങളും 2 വിധമുണ്ട്. ആത്മാവിനെ അഥവാ മൂലസ്വരൂപത്തെ അറിയാനായിട്ടുള്ളതും പരമപുരുഷനെ സംബന്ധിക്കുന്ന സത്യമായിട്ടുള്ളതും. ഭഗവത്ഗീത നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ മുന്നേറുന്നവർക്ക് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ഈ 2 വിഭാഗങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഭഗവാന്റെ വിഭിന്നാംശമാണ് താൻ എന്ന പൂർണ്ണമായ ജ്ഞാനം അയാൾക്ക് അനായാസേന ലഭിക്കുന്നു. ഭഗവാന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന നിലയ്ക്ക് ഈ ജ്ഞാനം പ്രയോജനപ്രദമാണ്. ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഭഗവാൻ തന്നെ തന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഗീതോപദേശങ്ങളെ ഉൾക്കൊള്ളാത്തവൻ അവിശ്വാസിയാണ്. തനിക്ക് ഭഗവാൻ നൽകിയിട്ടുള്ള പരിമിതമായ സ്വാതന്ത്ര്യത്തെ അയാൾ ദുരുപയോഗപ്പെടുത്തുന്നു എന്നു വേണം കരുതാൻ. അപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടും സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ യഥാർത്ഥ ഭാവത്തെ മനസ്സിലാക്കാത്തവൻ നിശ്ചയമായും പമ്പരവിഡ്ഢിയാണ്. കൃഷ്ണാവബോധ തത്വങ്ങളെ ക്രമേണ സ്വീകരിക്കുന്നതുകൊണ്ട് അജ്ഞാനം അകറ്റാവുന്നതാണ്. ദേവന്മാർക്കും ബ്രഹ്മത്തിനും വേണ്ടിയുള്ള യജ്ഞങ്ങൾ ബ്രഹ്മചര്യയജ്ഞം, ഗാർഹസ്ഥ്യത്തിൽ അനുഷ്ഠിക്കുന്ന ഇന്ദ്രിയ നിയന്ത്രണം, ജ്ഞാനയോഗം, തപസ്, സമ്പദ് പരിത്യാഗം, വേദാധ്യയനം, വർണ്ണാശ്രമധർമ്മം എന്ന സാമൂഹ്യ വ്യവസ്ഥ പുലർത്തിപ്പോരൽ എന്നീ വിവിധ യജ്ഞങ്ങളാൽ കൃഷ്ണാവബോധം ഉണരും. നിയന്ത്രിതമായ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള യജ്ഞമാണ് ഇവയെല്ലാം. ഈ പ്രവർത്തനങ്ങളുടെയെല്ലാം മുഖ്യ ഘടകം ആത്മസാക്ഷാത്കാരമാണ്. ആ പ്രധാന ലക്ഷ്യം തേടുന്നവനാണ് ഭഗവത്ഗീതയുടെ യഥാർത്ഥ ശിഷ്യൻ. പക്ഷേ കൃഷ്ണനിൽ വിശ്വാസമില്ലാത്തവന് പതനം നിശ്ചയം. അതുകൊണ്ട് ഗീതയോ മറ്റേതെങ്കിലും വൈദിക ഗ്രന്ഥങ്ങളോ പഠിക്കേണ്ടത് വിശ്വസ്തനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ ശരണം പ്രാപിച്ചുകൊണ്ടായിരിക്കണം. അനാദികാലം മുതൽക്കേയുള്ള ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരാളായിരിക്കും വിശ്വാസനായ ആധ്യാത്മികാചാര്യൻ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ സൂര്യദേവന് നൽകിയതും പിന്നീട് ഭൂലോകത്തിൽ പ്രചരിച്ചതുമായ ഗീതോപദേശങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ആചാര്യൻ വ്യതിചലിക്കുകയില്ല. അതുകൊണ്ട് ഒരാൾ ഭഗവത്ഗീതയെ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിധത്തിൽ തന്നെ അനുസരിക്കണം. വ്യക്തിപരമായ നേട്ടങ്ങൾക്കു വേണ്ടി മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന സ്വാർത്ഥ തത്പരെ സൂക്ഷിക്കുക. ഭഗവാൻ നിശ്ചയമായും പരമപുരുഷൻ തന്നെ. അവിടുത്തെ പ്രവർത്തനങ്ങൾ അതീന്ദ്രിയങ്ങളും. ഇതറിഞ്ഞവൻ ഗീതാധ്യയനത്തിന്റെ ആരംഭം മുതൽക്കേ വിമുക്തനാകുന്നു. അതീന്ദ്രിയ ജ്ഞാനം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇവിടെ സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത്, നമ്മൾ അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അജ്ഞാനമാകുന്ന തിമിരം കൊണ്ട് നമ്മള് കണ്ണിങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ് അല്ലേ, അന്ധകാരത്താൽ. അപ്പൊ ജ്ഞാനമാകുന്ന അഞ്ജനം കൊണ്ട് എഴുതി നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ആളാണ് ആധ്യാത്മിക ഗുരു എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ അജ്ഞാനത്തിൽ നിന്നുണ്ടായ സംശയങ്ങളെ ജ്ഞാനമാകുന്ന വാൾ കൊണ്ട് അറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ ഭാരത, യുദ്ധം ചെയ്യൂ എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഭഗവാൻ അതീന്ദ്രിയ ജ്ഞാനം അർജുനന് ഉപദേശിച്ചു കൊടുത്തിട്ട് ഭഗവാൻ പറയാണ്, ഈ അജ്ഞാനമാകുന്ന ഈ സംശയങ്ങളെ ജ്ഞാനമാകുന്ന വാൾ കൊണ്ട് നീ എന്നെ അറുത്തു മാറ്റുക. ഈ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചതിന് ശേഷം നീ ഞാൻ പറഞ്ഞത് അനുസരിക്കുക. ഞാൻ പറഞ്ഞത് എന്താണ്? ഈ ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ധർമ്മത്തെ രക്ഷിക്കുക അല്ലെ. അധർമ്മമാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. കൗരവർ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അധർമ്മമാണ്. അധർമ്മത്തിനെതിരെ പോരാടൂ. അത് ഇവിടെ യുദ്ധം ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് യുദ്ധം ചെയ്യൂ. യുദ്ധം ചെയ്താൽ ആണ് അധർമ്മത്തിൽ നിന്ന് രക്ഷ നേടുന്നത് അല്ലെ. അതിവിടെ യുദ്ധം ചെയ്യുക. അപ്പം ഈ നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ മുഴുവനും നമ്മളുടെ അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മളെല്ലാവരും പറയും ഞാന് ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്, PhD ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഭയങ്കരമായിട്ട് പറയും അല്ലെ. ഈ നോളജ് വെറും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള
കാര്യങ്ങളാണ് നമ്മൾ ഈ കണ്ട ഈ നോളേജുകൾ മുഴുവൻ. ആധ്യാത്മിക കാര്യങ്ങളെ പറ്റി പഠിക്കാനോ പഠിപ്പിക്കാനോ യാതൊരു യൂണിവേഴ്സിറ്റികളും ഇല്ല, നിലവിലില്ല. അല്ലെ? എവിടെ നമ്മുടെ നാട്ടിൽ എത്ര യൂണിവേഴ്സിറ്റികളുണ്ട് ആധ്യാത്മിക കാര്യങ്ങളെ പറ്റി ഒഫീഷ്യലായിട്ട് ഗവൺമെന്റ് പഠിപ്പിക്കുന്ന എത്ര സ്ഥലങ്ങളുണ്ട്? ഒന്നുമില്ല. നമ്മൾ ചെറുപ്പം മുതലേ അന്നൊക്കെ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല നല്ല കുറെ കവിതകൾ, തുഞ്ചത്ത് രാമാനുജൻ എഴുതുന്ന രാമായണം ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക്. എനിക്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട്. അത് പഠിച്ചതാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. വത്സ സൗമിത്രി കുമാരാ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ, നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും. അന്ന് പഠിച്ച ഓർമ്മയാണ് അല്ലെ? ഇന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്തൊക്കെയോ കവിതകളും ഒക്കെ പറയുന്നുണ്ട്. അത് എന്താന്ന് പോലും അറിയത്തില്ല. മോൻ ഇവിടെ ഇരുന്ന് മലയാളം പഠിക്കുമ്പോൾ അവൻ വായിക്കുന്ന കവിതകളൊക്കെ എനിക്ക് കേട്ടിട്ട് അതിശയം. എന്താ ആരെഴുതിയിരിക്കുന്നതാണ്, യാതൊരു അർത്ഥവും ഇല്ല, ഒന്നുമില്ല. എന്തൊക്കെയോ അന്ന് നമുക്കറിയാം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, നിറഞ്ഞ പീലികൾ നിരക്കവേ കുത്തി എന്ന് പറഞ്ഞിട്ടുള്ള നെറുകയിൽ കൂട്ടി തിറമുട് കെട്ടി കരിമുകിലത്തെ ചൂരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും അതെ, കുനുകുന ചിഹ്നം കുറുനിരതന്മേൽ നനുനന പൊടിഞ്ഞൊരു എത്ര നല്ല രീതിയിലാണ് അതിന്റെ അടുക്കി അത് വെച്ചിരിക്കുന്നല്ലേ. പിന്നെ എന്താണ്, ഭർത്താവേ കണ്ടില്ലയോ കനകമയ മൃഗ മെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ലിതീനേതു എത്രയോ മടുത്തു എന്ന് പറഞ്ഞ നമ്മൾ ആ ഒരു ഭാഗം രാമായണത്തിലെ ആ ഒരു കിഷ്കിന്ധാകാന്ഡത്തിലെ ആ ഒരു കിഷ്കിന്ധാകാന്ഡാണോ? അല്ലല്ല, ആരണ്യകാന്ഡത്തിലെ ആ ഒരു ഭാഗം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പിന്നെ വേറൊന്നുണ്ട്, ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ നില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവിൻ, അല്ലെങ്കിൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ, നീയല്ലോ ബലാൽ ശൈവ ചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം ചാപം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്വിൽ, അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സംശയം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു അല്ലെ. ഇതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു അല്ലെ. ഇനി ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഈവൻ നമ്മളുടെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല. ഇപ്പൊ തന്നെ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസങ്ങളിൽ നിന്ന് ഇത് പൂർണ്ണമായിട്ടും നമ്മളൊരു മതത്തിന്റെ ആണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം എടുത്തു മാറ്റപ്പെട്ടിരിക്കുകയാണ് അല്ലെ. എത്ര വികലമായിട്ടാണ്. അതുപോലെ തന്നെ കുചേലവൃത്തം, വഞ്ചിപ്പാട്ട്, കദളീവനം പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ വേറെ പച്ചക്കദളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. അതൊന്നും ഇപ്പോഴില്ല കുട്ടികൾക്ക്. അന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച കുറച്ചു പേർക്കൊക്കെ ഇതറിയാം. പിന്നെ നമ്മള് എത്രയോ നാളുകളായിട്ട് നമ്മള് ഹരിനാമകീർത്തനം, ജ്ഞാനപ്പാന, ഇതൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് നമ്മൾ ഉണരുമ്പോ കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരസാർദൂല കർത്തവ്യം ദൈവമാനികം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത കർത്തവ്യം ദൈവമാനികം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷെ അത് ആരെങ്കിലും ഇത് പഠിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം, നമ്മളിപ്പോ ഹരിനാമകീർത്തനം നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങിയല്ലോ നമ്മൾ വീണ്ടും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഭഗവത്ഗീതയായിട്ട് എന്തുമാത്രം നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. നമ്മൾ പഠിച്ച ആ അറിവുകളുമായിട്ട് നല്ലതായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യർക്ക് നമുക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ല. ഞാനത് ഇപ്പോഴാണ്, അതുകൊണ്ടാണ് തന്നെ ഞാൻ തന്നെ ഇത് മുൻകൈ ഇട്ടെടുത്തത്. പക്ഷെ ചിലരൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തു, പ്രഭുജി ഹരിനാമകീർത്തനം ഒന്ന് പഠിപ്പിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മളിതൊന്നും കേട്ടിട്ടുണ്ട് വർഷങ്ങളോളം. നമ്മൾ ഉറക്കം ഉണരുന്ന വരുമ്പോ ഈ റെക്കോർഡ് കേട്ടിട്ടാണ്, ക്ഷേത്രങ്ങളിലെ റെക്കോർഡ് കേട്ടിട്ടാണ് ഉണരുന്നത്. പക്ഷെ അറിയില്ല. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ്, ഈ അജ്ഞാനത്തിൽ നിന്നാണ് നമുക്ക് ഇതെല്ലാം ഉണ്ടായത് അല്ലെ. അപ്പൊ നമ്മൾ ജ്ഞാനം സമ്പാദിക്കണം. ശരിയായിട്ടുള്ള ജ്ഞാനം ശരിയായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിലെ 4:34 പഠിച്ചത്. എന്താണ്? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. എന്താണ്? നമ്മള് പരമ്പരകളിൽ വഴി വന്നിട്ടുള്ള ഗുരുപരമ്പര സിസ്റ്റം വഴി വന്നിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ വളരെ വിനയത്തോടു കൂടി ചോദിച്ചറിയണം.
അദ്ദേഹത്തിനെ സംശയിക്കാനുള്ള രീതിയിലോ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനുള്ള നമ്മുടെ പ്രാവീണ്യം മനസ്സിലാക്കാനായിട്ടോ അല്ല. വളരെ വിനയത്തോടുകൂടി ചോദിച്ചറിയണം. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. നമ്മൾ സംശയങ്ങളൊക്കെ അവിടെ ചോദിച്ചു മനസ്സിലാക്കണം. ഉപദേശന്തി തേ ജ്ഞാനം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. എങ്ങനെയുള്ള ആൾക്ക്? ഭഗവാനിൽ നിന്ന് നേരിട്ട് ഈ ജ്ഞാനം കിട്ടിയിട്ടുള്ള ഗുരുപരമ്പരകളിൽ നിന്ന് വന്നിട്ട് ഒരാൾക്ക് അത് അതേപടി ഒരു ചോർച്ചയും കൂടാതെ അതേപടി പറഞ്ഞു നൽകാം. അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ആൾ എന്താ, അവർക്ക് തോന്നിയവാസം എഴുതി പിടിപ്പിക്കും. എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ രീതിയിൽ ഞാൻ എഴുതി. അതുപോലെ തന്നെ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിന് തോന്നിയ രീതിയിൽ രാമന്റെ ദുഃഖം എഴുതി അവിടെ വെച്ചു. അത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും എന്താണ് രാമൻ എന്നുള്ള കൺസെപ്റ്റേ നമ്മൾ മറന്നു രാമന്റെ ദുഃഖം വായിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ MT വാസുദേവൻ നായർ ഭയങ്കര വലിയ സാഹിത്യകാരനാണ്. അദ്ദേഹം മഹാഭാരതത്തിനെയൊക്കെ വികലമാക്കിയിട്ട് പല രീതിയിൽ എഴുതി വെച്ചു. അതുപോലെ തന്നെ MT വാസുദേവൻ നായർ പിന്നെ അദ്ദേഹത്തിന് തന്നെ നിർമാല്യം എന്നൊരു സിനിമ കണ്ടവർക്കൊക്കെ തന്നെ അറിയാം അല്ലെ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദേവീ ദേവന്മാരോടും വിരോധം തോന്നും അല്ലെ. നമ്മൾ തന്നെ വാളെടുത്തിട്ട് ആ ഭഗവാന്റെ വിഗ്രഹമൊക്കെ വെട്ടിമുറിപ്പിക്കാനായിട്ട് തോന്നും. അപ്പൊ ഇങ്ങനെയുള്ള ജ്ഞാനങ്ങളാണ് നമ്മൾ കിട്ടിയിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും അല്ലെ. രാമന്റെ ദുഃഖവും അതുപോലെയുള്ള പല കാര്യങ്ങളും ആണ് നമ്മൾ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞതാണ് നമ്മൾ വേദവാക്യമാക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ സിസ്റ്റവും നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയുള്ള ജ്ഞാനം നമുക്കൊന്നും ഇല്ലാതായി പോയി. ഇതിന് കാര്യം അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കി നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെല്ലാവരും മോക്ഷം പ്രാപിച്ച് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് മനഃപൂർവ്വം അതെല്ലാം മൂടി വെപ്പിച്ചു. മുഗളന്മാരും ബ്രിട്ടീഷുകാരും എല്ലാവരും കൂടെ കൂടി ആ ജ്ഞാനവും ചരിത്രവും ഒന്നും തന്നെ ഒരാൾക്കും കൊടുക്കാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ ഉണ്ടാക്കി വെച്ചു. അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം രക്ഷപ്പെട്ട് നല്ല ആൾക്കാരായി മാറും എന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് അവരതിനെല്ലാം മൂടി വെച്ചു അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ആധികാരികമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ യഥാർത്ഥ ജ്ഞാനം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മള് ഭഗവാന്റെ ആ അതീന്ദ്രിയ ജ്ഞാനം നമ്മള് മനസ്സിലാക്കി നമ്മൾ അത് മനനം ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഭഗവാനിലേക്ക് തിരിച്ചെത്തുക. നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുക. അപ്പൊ അതോടുകൂടി നമ്മളുടെ യാത്ര പൂർത്തിയാകുകയാണ്, നമ്മളുടെ ആത്മീയ യാത്ര. നമുക്ക് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ബന്ധമുള്ളത് ഒരേ ഒരാളുമായിട്ടുള്ളൂ. നമ്മളുടെ ഭർത്താവുമായിട്ട്, ഭാര്യയുമായിട്ട്, അച്ഛനുമായിട്ട്, അമ്മയായിട്ട് ഒന്നുമല്ല നമ്മളുടെ ബന്ധമുള്ളത് അല്ലെ. മറ്റുള്ള 33 കോടി ദേവന്മാരുമായിട്ടും യാതൊരു ബന്ധമില്ല. ഒരേ ഒരാൾ മാത്രമായിട്ട് നമുക്ക് ബന്ധമുള്ളൂ. അതാരാണ്? നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന നമ്മുടെ പരമാത്മാവായിട്ടുള്ള ഭഗവാനുമായിട്ട് മാത്രം. കാര്യം അദ്ദേഹത്തിന്റെ അംശമാണ് അല്ലെ. നമ്മൾ അദ്ദേഹത്തിന്റെ അംശമാണ്. മറ്റുള്ള ദേവീദേവന്മാർക്കൊന്നും യാതൊരു ബാധ്യതകളും ഇല്ല. നമ്മള് അദ്ദേഹത്തിന്റെ അംശമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. അദ്ദേഹവുമായിട്ട് മാത്രമേ നമുക്ക് ബന്ധവും കടപ്പാടുള്ളൂ. നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് വന്നു, അദ്ദേഹത്തിലേക്ക് തന്നെ തിരിച്ചു പോകുക. അപ്പൊ ഇതെല്ലാവരുടെയും കടമയായിട്ട് എടുക്കുക. അപ്പൊ എല്ലാവരും ഈ അതീന്ദ്രിയ ജ്ഞാനം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ആ ഒരു ചെറിയ അളവ് വെച്ച് നമ്മളുടെ ഓരോരുത്തരുടെ ലെവലിൽ വെച്ചിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് നമ്മള് തിരിച്ച് ഭഗവാന്റെ അടുത്ത് ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ്, അത് നമ്മളൊരു പ്രതിജ്ഞയാക്കി എടുത്തിട്ട് തിരിച്ച് എല്ലാവരും തന്നെ ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ആ ഒരു ശ്രമത്തിന്റെ പാതയിൽ കർമ്മം ചെയ്ത് മുന്നോട്ട് പോവുക. ഹരേ കൃഷ്ണ, ഹരിബോൾ. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു 1-2 പോയിന്റ് പറയാനുള്ള സമയമുള്ളൂ. എന്നിട്ട് ഗീതാമാതാജി നമുക്ക് ഹരിനാമകീർത്തനം എടുക്കും. അപ്പൊ ആ ഹരിനാമകീർത്തനം നമുക്ക് കേൾക്കാം. 40ാമത്തെ ശ്ലോകത്തില് മൃഗപ്രായർ എന്ന് പറയുന്നില്ലേ, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഭാവാർത്ഥത്തില് മൃഗപ്രായരായവർക്ക് എന്ന് പറയുന്നില്ലേ? മൃതയാണോ മൃഗയാണോ? മൃഗപ്രായരായവർക്ക് ഭാവാർത്ഥത്തില് രണ്ടാമത്തെ സെന്റൻസിൽ വരും. മൃഗങ്ങളെ പോലെ അറിവില്ലാത്തന്നല്ല എന്റെ അർത്ഥം. അതെ അതെ. ഭാവാർത്ഥം തുടങ്ങി മൃഗങ്ങളെ പോലെ അറിവില്ലാത്ത കുറവല്ലേ. അതായത് നമുക്കറിയാമല്ലോ, ഒരു മൃഗത്തിന്റെ അടുക്കൽ ചെന്ന് ഒരു പോത്തിന്റെ അടുക്കൽ നമ്മൾ പോയി വേദം ഓതിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കുറെ ഭഗവത്ഗീത അവിടെ നിന്ന് പോത്തിന്റെ അടുക്കൽ നിന്ന് നമ്മൾ പ്രസംഗിച്ചു, എന്തെങ്കിലും ഇതുണ്ടോ? അതാണ് മൃഗപ്രായരായ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർ ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും. അപ്പൊ അവരുടെ അടുക്കൽ നിന്നല്ല നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ മാതാജി.
ഹരേ കൃഷ്ണ. ഇനി ഇന്ന് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? 1-2 പേര് പോയിന്റ് പറഞ്ഞു. എന്നിട്ട് സവിതമാതയ്ക്ക് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഹരേ കൃഷ്ണ. ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ടിയാ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വരാവബോധം ലഭിക്കുന്നില്ല. അവർ അധപ്പതിച്ചു പോകുന്നു. സംശയാലുവായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭിക്കുന്നില്ല. ഹരേ കൃഷ്ണ. ജയതി മാതാജിക്ക് എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഹരേ കൃഷ്ണ. ആത്മജ്ഞാനമില്ലാത്തവനും അശ്രദ്ധേയനും ആരെയും ഒന്നിനെയും തന്നെ സ്വന്തം ആത്മാവിനെ പോലും വിശ്വാസമില്ലാത്തവന് ഒരിക്കലും ഉയർച്ചയോ മനസ്സമാധാനമോ ഉണ്ടാവുന്നില്ല. ഹരേ അത് ഈ കൃഷ്ണ. ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും കിട്ടുന്നില്ല. പരലോകത്തിലും കിട്ടുന്നില്ല. ഇത്തരം സംശയാലുക്കള് ഒരിക്കലും തന്നെ ആധ്യാത്മികമായ മുക്തിപഥത്തിന് അർഹനും ആവില്ല. ഇവർക്ക് വിജയലക്ഷ്യം നേടണമെങ്കിൽ ശ്രേഷ്ഠരായ ആചാര്യന്മാരുടെ കാലടിപ്പാടുകളെ പിന്തുടർന്ന് തന്നെ പോകണം. അപ്പോ ഇവരെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നു. അങ്ങനെ ഇവർ കൂടുതൽ കൂടുതൽ അജ്ഞരായി മാറുകയും ചെയ്യും. അനാദികാലം മുതൽക്കുള്ള ശിക്ഷ പരമ്പരയിൽപ്പെട്ട വിശ്വസ്തനായ ആത്മീയ ആചാര്യനിൽ നിന്ന് ഭഗവാന്റെ വിഭിന്ന അംശമാണ് താനെന്ന് അറിവ് ഇവർക്ക് ലഭിക്കണം. ഭഗവാൻ നിശ്ചയമായും പരമപുരുഷൻ തന്നെയാണെന്ന് ദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ സ്വയം അരുൾ ചെയ്ത ഭഗവത്ഗീത ഉപദേശങ്ങൾ പഠിക്കുകയും അതിന് ഗുരുപാദങ്ങളെ അഭയം പ്രാപിക്കുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അതനുസരിച്ച് അതീന്ദ്രജ്ഞാനത്തിന്റെ കാരുണ്യം കിട്ടുകയും എല്ലാ സംശയങ്ങളിൽ നിന്നും അവൻ മുക്തനാവുകയും കൃഷ്ണാബോധത്തെ ആത്മനിഷ്ഠനായി അവന്റെ കർമ്മ ബന്ധങ്ങൾക്ക് അതീതനായി തീരുകയും ചെയ്യും. അങ്ങനെ ഭഗവാന്റെ കാലടികളിൽ അഭയം പ്രാപിക്കാൻ നമുക്ക് പറ്റട്ടെ. ഭഗവാനെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സൗഭാഗ്യവതി മാതാജിക്ക് എന്തെങ്കിലും ഉണ്ടോ പറയാനുണ്ട്? സംശയദൃഷ്ടിയോടെ ഒരിക്കലും ഭഗവാന് കാണരുത്. സംശയം എപ്പോഴും ആത്മമായ ഒരു ആത്മവിശ്വാസം ഭഗവാനിൽ എപ്പോഴും ഉറപ്പിക്കണം. ജ്ഞാനയോഗം ശ്രദ്ധിച്ച ഗുരുവിൽ നിന്നും നമ്മൾ എപ്പോഴും പഠിക്കാം. ഗുരുവിന്റെ പാത പിന്തുടർന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഒരു ഗുണമുണ്ടാവുകയുള്ളൂ. പിന്നെ എല്ലാ കർമ്മവും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. നിന്റെ എല്ലാ കർമ്മവും എന്നിൽ അർപ്പിച്ചുകൊണ്ട് നീ നിന്റെ സ്വധർമ്മമായ യുദ്ധം ചെയ്യൂ അർജുന എന്നാണ് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നമുക്കിനി ഇതിൽ ശ്രീ ഹരിനാമ കീർത്തനത്തിലേക്ക് കിടക്കാം. ഗീത മാതാജി, നമ്മളിപ്പോ ഈ ഒരു ഇതിലെ ആയും ആയും കഴിഞ്ഞു. സ്വരാക്ഷരങ്ങളിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹരിശ്രീ ഗണപതേ നമ കഴിഞ്ഞു. ഇനി ഗീത മാതാജി. ഹരേ കൃഷ്ണ. ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിലിതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാവലിയിലോരോന്നെടുത്തു പരികീർത്തിത്തതിന്നരുൾക നാരായണായ നമഃ. ആദ്യക്ഷരം എന്ന് പറഞ്ഞാല് നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നു, അക്ഷരാണാം ആകാരോസ്മി എന്ന് പറഞ്ഞാല് ആകാരം മഹാവിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്നു, ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. അതാണ് ഇവിടുത്തെ ആദ്യക്ഷരം. ആദ്യക്ഷരത്തിൽ ഉളവായൊന്നിതൊക്കെയും, ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും ആദ്യക്ഷരത്തിൽ, അതായത് മഹാവിഷ്ണുവിൽ നിന്ന് ഉളവായതും അത് ആദ്യക്ഷരത്തിൽ ഇത് അടങ്ങുന്നതും, അതേ ആദ്യക്ഷരത്തിൽ അതായത് മഹാവിഷ്ണുവിൽ അല്ലെ പരബ്രഹ്മത്തിൽ തന്നെ ഇത് അടങ്ങുകയും ചെയ്യുന്നു. ഇത് കരുതി ആദ്യക്ഷരാവലിയിൽ ഓരോന്നെടുത്തു. ഈ അകാരത്തിൽ നിന്ന് തന്നെ മറ്റ് അക്ഷരാവലിയിൽ നിന്ന് ഓരോന്നെടുത്ത് അങ്ങേ കീർത്തിപ്പതിന് എന്നെ അനുഗ്രഹിക്കണമേ നാരായണായ നമഃ. അടുത്ത വായിക്കട്ടെ. ഇതിന്റെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു. ആദ്യക്ഷരത്തിൽ ഉളവായോന്ന് ഇതൊക്കെയും ഇത് ആദ്യക്ഷരത്തിൽ ഇത് അടങ്ങുന്നതും കരുതി ആദ്യക്ഷരാൽ
ഇവയിൽ ഓരോന്നെടുത്ത് ഇവയിൽ ഓരോ പരികീർത്തിപ്പതിനരുൾക നാരായണായ നമഃ. എന്താണ് ആദ്യക്ഷരം? ആദ്യത്തിലുണ്ടായ അക്ഷരം നമുക്ക് അറിയാം. നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ്? തപ അല്ലെ? നമ്മൾ കേട്ടിട്ടുള്ളതല്ല, ബ്രഹ്മദേവൻ, നമ്മളിലേക്ക് പിതാമഹനായിട്ടുള്ള ബ്രഹ്മദേവൻ പറഞ്ഞ തപ എന്നുള്ള വാക്യാണ് അല്ലെ പറഞ്ഞേ. അതിനു മുൻപേ ഉണ്ടായിരുന്നത് എന്താണ്? സർവ്വപ്രപഞ്ചങ്ങളിൽ നിലനിന്നിരുന്ന ശബ്ദ ബ്രഹ്മമായിട്ട് ഭഗവാൻ അവതരിച്ചത് എന്താണ്? ഓങ്കാരത്തിന്റെ രൂപത്തിലാണ് അല്ലെ? ശബ്ദബ്രഹ്മം. അപ്പൊ ശബ്ദബ്രഹ്മമായിട്ട് ഓങ്കാരം, ആ ഉ മാ എന്ന് പറഞ്ഞ 3 അക്ഷരങ്ങൾ ചേർന്ന് ശബ്ദബ്രഹ്മമായിട്ട് ഭഗവാൻ പ്രപഞ്ചത്തിൽ മുഴുവനും ഈ ഓങ്കാരം അല്ലെങ്കിൽ പ്രണവ മന്ത്രമാണ് പ്രതിധ്വനിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ശബ്ദം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓങ്കാരമാണ്. അപ്പം ഈ ആദ്യക്ഷരത്തിൽ ഉളവായോന്ന് ഇതൊക്കെയും ആദ്യക്ഷരത്തിൽ ഒടുങ്ങുന്നതും കരുതി. അപ്പൊ നമ്മള് ഈ മറ്റുള്ള സമ്പ്രദായങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ അറിയാം, അവർ ഈ ശബ്ദബ്രഹ്മത്തിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ അവ്യക്തിഗത ബ്രഹ്മത്തിലുമാണ് വിശ്വസിക്കുന്നത്. ഭഗവാന്റെ രൂപത്തിലും വിശ്വബ്രഹ്മത്തിലും അല്ലെ? ഭഗവാന്റെ കാര്യം ഭഗവാൻ എന്താണ്? പ്രപഞ്ച സ്വരൂപനാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, ഭഗവാന്റെ ശക്തി ആയതുകൊണ്ടും പ്രപഞ്ചാകാരനായിട്ടുള്ള ഭഗവാന് രൂപമില്ല എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ പ്രപഞ്ചം മുഴുവൻ എപ്പോഴും ശബ്ദബ്രഹ്മമായിട്ട് നമ്മൾ ഈ ശബ്ദം സൂക്ഷിച്ച് കേട്ടു കഴിഞ്ഞാൽ അത് പ്രണവ ശബ്ദമാണ് കേൾക്കുന്നത്, ഈ അന്തരീക്ഷത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും എന്താണ് നിറഞ്ഞു നിൽക്കുന്ന? ഈ ശബ്ദബ്രഹ്മം നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെ? ശബ്ദബ്രഹ്മവും ഈ പ്രപഞ്ചാകാരവും എല്ലാം തന്നെ ഒന്നിൽ ലയിക്കുന്നു. അപ്പൊ ശബ്ദത്തിൽ നിന്ന് ഈ 3 അക്ഷരങ്ങളാണ് ബാക്കിയുള്ള എല്ലാ അക്ഷരത്തിനും ഹേതുവായിട്ടുള്ളത് എന്നിരിക്കെ ഇത് തുടങ്ങുന്നതും, സൃഷ്ടികളെല്ലാം തുടങ്ങുന്നതും ഇതിൽ നിന്ന്, എന്നാൽ ഒടുങ്ങുന്നതും അതിൽ തന്നെ. അതുകൊണ്ട് ഞാൻ എന്താണ് ഈ 51 അക്ഷരങ്ങളെ എടുത്തിട്ട് എന്താണ് ഇതിന്റെയൊക്കെ ഉടമസ്ഥനായ ഉടയവനായിട്ടുള്ള നാരായണനെ തന്നെ കീർത്തിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. ഹരേ കൃഷ്ണ. ഒന്ന് നോക്കി എത്ര രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? എത്ര നല്ല രീതിയിലാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ അതിന്റെ ആ ഒരു സാഹിത്യം കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ച്, നമ്മളൊക്കെ തലകുത്തി മതം തപസ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതാൻ പറ്റും അല്ലെ? ഈ അക്ഷരബ്രഹ്മം പ്രപഞ്ചത്തിൽ സദാ നിലനിൽക്കുന്നു. ഈ പ്രപഞ്ചാകാരനായ ഭഗവാനും ശബ്ദബ്രഹ്മത്തിൽ അവതരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിരാട് പുരുഷ രൂപത്തിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരിക്കുന്ന. അതുകൊണ്ട് നമ്മളുടെ ഈ ഈ ബ്രഹ്മത്തിൽ നിന്നും തുടങ്ങി ബ്രഹ്മത്തിൽ തന്നെ നമ്മളുടെ എല്ലാം അവസാനിക്കുകയും ലയിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ പറയുന്ന ബ്രഹ്മത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഈ പറയുന്ന അക്ഷരങ്ങൾ 51 അക്ഷരത്തെ എടുത്തു വെച്ചിട്ട് ഞാൻ അതേ ബ്രഹ്മത്തെ തന്നെ കീർത്തിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. അതിനെന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാതാജിക്ക് മനസ്സിലായോ? ഹരേ കൃഷ്ണ. ഇതല്ലാതെ മാതാജിക്ക് വേറെ എന്തെങ്കിലും റിയലൈസേഷൻ ഉണ്ടായിരുന്നു? ഇത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്? ഇത് തന്നെ ഉദ്ദേശിച്ചത്. അതിനകത്ത് ഈ ആദ്യക്ഷരം എന്നുള്ളത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അക്ഷരാണാം അകാരോസ്മി 10ാമത്തെ അധ്യായത്തിൽ 33ാമത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? പറഞ്ഞിട്ടുണ്ട്. അപ്പം അക്ഷരങ്ങളിൽ മഹാവിഷ്ണുവാണ് ആ എന്ന അക്ഷരം. അക്ഷരങ്ങളിൽ അകാരവും അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വ സമാസികസ്യജ സമാസത്തിൽ ദ്വന്ദ്വവും അഹമേവാക്ഷയ കാലോ ഞാൻ തന്നെയാണ് കാലം തഥാദാഹം വിശ്വതോ മുഖ എന്ന് പറഞ്ഞിട്ട് അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വ സമാസവും ആണ് ഞാൻ. അനവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ അകാരം അതാ ആദ്യക്ഷരം എന്ന്. അതെ. അപ്പൊ മാതാജി, അപ്പൊ ആ ഊ മായതും കൊണ്ടാണ് ഓങ്കാരം ഉണ്ടായിരിക്കുന്നത്. ആദ്യക്ഷരം തന്നെ അവിടെ വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പൊ ഞാൻ അതൊന്നുകൂടെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ക്രിസ്ത്യാനികളുടെ വേദപുസ്തകത്തിലും പറഞ്ഞിട്ടുള്ളൂ, ആദിയിൽ വചനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉത്ഭവിക്കുന്ന അതിന് മുമ്പായിട്ട് ഒരു സൗണ്ട് മാത്രമേ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ ആ ആദ്യ ഒരു ഇതെന്ന് പറയുന്നത് തപ എന്നാണ് പറയുന്നത്. നമ്മളുടെ ആദിയിൽ വചനം ഉണ്ടായ ആ വചനം തപയാണ്. ബ്രഹ്മദേവനോട് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അടുത്തത് അപ്പൊ ഈ ആദ്യക്ഷരം ഇനി അടുത്ത് ഈ മാതാജി തുടങ്ങിക്കോ. ഇക്കണ്ട വിശ്വമതുമിന്ദ്രാദി ദേവകളും അർക്കേന്ദു വന്യകളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമ. ഇക്കണ്ട ഈ കാണപ്പെട്ട വിശ്വം പ്രപഞ്ചം മുഴുവനും
ഇന്ദ്രൻ ആദിയായ ദേവകളും അർക്കനും സൂര്യനും ചന്ദ്രനും അഗ്നിദേവനും ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ അല്ലയോ വിരാട് പുരുഷ നിന്മൂലം അക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമ. വിരാട് പുരുഷ പ്രപഞ്ചം തന്നെയാണ്. വിരാട് പുരുഷ രൂപം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ്. അത് പറയണം മുഴുവൻ. എന്തോ മാതാജി ഒന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് പറഞ്ഞു, ഒരു 5 മിനിറ്റ് എടുത്തു. പാതാളം, വിരാട് പുരുഷന്റെ പാദതലം പാതാളം, രസാതലം കുതികാലുകൾ, മഹാതലം നെര്യാണികൾ, തലാതലം ജംഘകൾ കണങ്കാല് തലാതലമാണ്. മഹാബലി വാഴുന്ന സുതലത്തിലെ കാൽമുട്ടുകള്, അതലം ഇതലം തുടകള്, ഭൂലോകത്തിലെ അരക്കെട്ട്, ആകാശം അല്ലെങ്കിൽ ഭൂർലോകത്തിലെ നഭസ്ഥലം, മഹർലോകത്തിലെ കഴുത്ത്, പിന്നെ ജനലോകത്തിലെ മാറിടം, തപോലോകത്തിലെ നെറ്റിത്തടം, സത്യലോകത്തിലെ ശിരസ്. അങ്ങനെയാണ് ഭഗവാന്റെ സ്വരൂപം. അതാണ് വിരാട് സ്വരൂപം. സുഷുപ്ന നാഴിഭാഗം വേദങ്ങളും തലമുടി മേഘങ്ങളും പുരികക്കൊടികൾ ബ്രഹ്മാവിന്റെ ആസ്ഥാനവും കൺപോളകൾ രാപ്പകലും കണ്ണുകൾ സൂര്യനുമാകുന്നു. ലീലാ കടാക്ഷങ്ങൾ മുഴുവൻ ലോകത്തിന്റെയും സൃഷ്ടികളാകുന്നു ഭഗവാന്റെ. അതാണ് അപ്പൊ വിശ്വരൂപം വിരാട് സ്വരൂപം രണ്ടും രണ്ടാണ്. നമ്മൾ ഭഗവത്ഗീതയിലെ മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് അർജുനനെ വിശ്വരൂപമാണ് കാണിക്കുന്നത്. വിരാട് സ്വരൂപം രണ്ടാണ്. വിശ്വരൂപത്തില് ഒരുപാട് തലകളും അതിനനുസരിച്ചുള്ള ശോഭയും പിന്നെ ആയുധങ്ങളും അതുപോലെ ഓരോ ശിരസ്സുകളും ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഭീഷ്മര് ദ്രോണർ ഇവരെയൊക്കെ ആ ഓരോ ശിരസ്സുകളിൽ കാണുകയും വന്ന് മാഞ്ഞു പോവുകയും ബാക്കി ഈ പ്രപഞ്ചങ്ങൾ മുഴുവനും അർജുനൻ ഭഗവാന്റെ മുഖത്ത് കാണുക. വിശ്വരൂപം വിരാട് സ്വരൂപം എന്ന് പറയുന്നത് പ്രപഞ്ചം തന്നെയാണ്. തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. വിശ്വരൂപവും വിരാട് സ്വരൂപവും തന്നെ തമ്മില്. ഇപ്പൊ ഇവിടെ മാതാജി കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ ഈ കണ്ട വിശ്വവും ഈ കാണാകിയ നമുക്ക് ചുറ്റും ഉള്ള കാണുന്ന വിശ്വവും ഇന്ദ്ര ആദി ദേവകൾ, അതായത് 33 കോടി ദേവന്മാരും അർക്കേന്ദു വന്നികളോടൊപ്പം ത്രിമൂർത്തികളായിട്ട് പറയുന്ന ശിവൻ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും അർക്കൻ ആരാണ്? സൂര്യൻ. ഇന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ, വന്നി എന്ന് പറഞ്ഞ തീയ. അപ്പൊ എല്ലാ ഭൂതഗണങ്ങളും എല്ലാം ഉൾപ്പെട്ടു, എല്ലാവരും ഉൾപ്പെടുത്തിക്കണം ത്രിമൂർത്തികൾ. അപ്പൊ 33 കോടി ദേവകളും ഇതിൻ്റെ അകത്ത് വന്നു. അഗ്രേ വിരാട് പുരുഷ നിൻമൂലമക്ഷരവും ഓർക്കായി വരേണമിക നാരായണ. ഇവരുടെ എല്ലാം മുൻപില് അഗ്രേ, അവരുടെയൊക്കെ മുൻപില് വിരാട് പുരുഷ സ്വരൂപത്തിലുള്ള ഭഗവാൻ. ഭഗവാൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ഇക്കണ്ട വിശ്വവും ഇന്ദ്രാദി ദേവകളെയും ത്രിമൂർത്തികളെയും ഒക്കെ സൃഷ്ടിച്ചത് അല്ലെ. അപ്പം അഗ്രേ വിരാട് പുരുഷ നിൻമൂലമക്ഷരവും, വിരാട് പുരുഷന്റെ തന്നെയല്ല, വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ മാതാജി പറഞ്ഞു പ്രപഞ്ചാകാരമായിട്ടുള്ള ആ ഒരു സ്വരൂപമാണ് ഭഗവാന്റെ. എന്താണ്, നമുക്ക് ഊഹിക്കാനോ മനസ്സിലോ ഇതൊന്നും കാണാനോ കേൾക്കാനോ പറ്റാത്ത ഒരു രൂപമാണ്. ആ രൂപത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. വിരാട് പുരുഷ രൂപത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന നമ്മളുടെ ഇവിടെ ഒരു മാതാജി വരാറുണ്ട്. സൗഭാഗ്യവതി കലാ മാതാജിയുടെ ബന്ധുവാണ്, അനീതിയായിട്ട് വരും. ബിന്ദു വിക്രമൻ മാതാജി വിരാട് പുരുഷ രൂപത്തിലാണ് ഭഗവാൻ, വിരാട് പുരുഷ നാരായണനെയാണ് മാതാജി പൂജിക്കുന്നത്, ആരാധിക്കുന്നത്. ആ രീതിയിലുള്ള ദീക്ഷയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിരാട് പുരുഷ നാരായണന്റെ ദീക്ഷയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിരാട് പുരുഷന് രൂപം എന്ന് പറഞ്ഞ പ്രപഞ്ചാകാരമായ രൂപമാണ്. നമുക്ക് ഊഹിക്കാനോ കാണാനോ ഉൾക്കൊള്ളാനോ പറ്റത്തില്ല. നമുക്ക് ഉണ്ണികൃഷ്ണനാണ് എത്ര രീതിയിലാണ് കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ അല്ലെ, എത്ര നല്ല രീതിയിലാണ് അല്ലെ. പക്ഷെ ആ രൂപത്തിൽ നമുക്ക് കാണാനും ഊഹിക്കാനും പറ്റത്തില്ല. അത്രയും വലിയ ജ്ഞാനം നമുക്കില്ല താനും. അപ്പൊ അതുകൊണ്ട് അഗ്രേ വിരാട് പുരുഷ, അപ്പൊ വിരാട് പുരുഷ രൂപത്തിൽ നിന്നാണ് പിന്നീട് ഈ സൃഷ്ടി വരുന്നത്. അതേപോലെ തന്നെ മൂലമക്ഷരവും, അപ്പൊ അതിന്റെ മുൻപേ തന്നെ എന്താണ്, മൂലം അക്ഷരം ഉണ്ടായി, അക്ഷരബ്രഹ്മം ഉണ്ടായി. അക്ഷരബ്രഹ്മം എന്ന് പറയുന്ന മുമ്പേ നമ്മൾ പറഞ്ഞ പരബ്രഹ്മം, ഓങ്കാരം, പ്രണവം എന്നൊക്കെ നമ്മൾ പറഞ്ഞ, അല്ലെങ്കിൽ ആദ്യാക്ഷരം എന്ന് പറയുന്നത് ഭഗവാനാണെന്ന് നമ്മൾ കണ്ടു. അപ്പം ഇതെല്ലാം
ആദ്യ ആ ശബ്ദബ്രഹ്മം ഉണ്ടായി. ബ്രഹ്മം ആദ്യ പ്രപഞ്ചം ഉണ്ടായി. പ്രപഞ്ചത്തിൽ ശബ്ദബ്രഹ്മം ഉണ്ടായി. പിന്നീട് ദേവകളും ഇവരെല്ലാം സൃഷ്ടി ചെയ്തു. അങ്ങനെയുള്ള ഇതെല്ലാം എനിക്ക് ഓർക്കാനായിട്ട് എന്റെ ഭഗവാനെ നാരായണ നീ എന്നിൽ കൃപ ചൊരിയണമേ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ കണ്ട വിശ്വവും ഇന്ദ്രാദി ദേവകളും അർക്കേന്ദു വന്യകളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിൻ മൂലമക്ഷരവും മൂലമന്ത്രം നിൻ മൂലമക്ഷരവും നിന്റെ മൂലമന്ത്രം വിരാട് പുരുഷ നിന്റെ മൂലമന്ത്രം ഓം നാരായണായ നമ. ഓർക്കായി വരേണം ഇഹ നാരായണായ നമ. അതെല്ലാം എനിക്ക് ഓർക്കണമേ അല്ലയോ നിന്തിരുവടി, നീ അതിനെ പ്രാപ്തനാക്കണമേ എന്നാണ് ഇവിടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എത്ര നല്ല രീതിയിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്ന നമ്മളോട്. നല്ല മലയാള സംസ്കൃതം ഉണ്ടെങ്കിലും വളരെ നല്ല ഭാഷയിൽ അതിൽ നല്ല രീതിയിൽ അടുക്കി അക്ഷരങ്ങൾ വെച്ചിട്ട് അദ്ദേഹം നമുക്ക് അത് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെല്ലാം ഇത് പഠിക്കണം. സമയമുള്ളവര് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഞാൻ ഒന്നുകൂടെ വായിപ്പിക്കാം, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. ഇതൊന്നുകൂടെ എല്ലാവർക്കും ഈ 2 ശ്ലോകം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ആരെ കൊണ്ട് ഞാൻ വായിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. സമയമില്ലാത്തവരൊക്കെ ലീവ് ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഗീതാ മാതാജി, ഇനി അടുത്ത ആഴ്ചയിൽ ആരാണ് ഇത് എടുക്കുന്നത്? മല്ലിയ മാതാജിക്ക് എടുക്കാൻ പറ്റുമോ? അടുത്ത 2 എണ്ണം, അതായത് 17ഉം 18ഉം 17ഉം 18ഉം മല്ലിയ മാതാജി തയ്യാറായി വരിക. 17, 18 എന്ന് എഴുതി വെച്ചു. 17, 18. അപ്പൊ പോകേണ്ടവർക്കൊക്കെ പോകാം. ഇനി നമുക്കൊന്ന് വായിക്കാം. രതിദേവി മാതാജി ഇരിക്കുന്നുണ്ടെങ്കിൽ മാതാജി ഒന്ന് വായിച്ചു ആദ്യാക്ഷരത്തിൽ. ഹരേ കൃഷ്ണ. ആദ്യക്ഷരത്തിലുളവായോതിനൊക്കെയും ഇതാദ്യക്ഷരത്തിലതടങ്ങുന്നതും കരുതി ആദ്യക്ഷരായവയിൽ ഓരോന്നിടത്തു പരികീർത്തിപ്പതിനരുൾക നാരായണായ നമോ. എടുത്തുകൂടെ ഇക്കണ്ട വിശ്വമിതും ഇന്ദ്രാദി ദേവകളും അർക്കേന്ദുവഗ്നികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാടു പുരുഷനിൻ മൂലമക്ഷരവും ഓർക്കായി വരേണമിക നാരായണായ നമ. ഹരേ കൃഷ്ണ. ശിവി മാതാജി. ഹരേ കൃഷ്ണ. ആദ്യാക്ഷരത്തിലുളവായൊന്നിതൊക്കെയും ഇത് ആദ്യാക്ഷരത്തിലേതടങ്ങുന്നതും കരുതി ആദ്യാക്ഷരലിവയിൽ ഓരോന്നെടുത്തു പരികീർത്തിപ്പതിന്നരുൾ നാരായണായ നമ. ഇക്കണ്ട വിശ്വമതും ഇന്ദ്രാദി ദേവകളും അർക്കേന്ദു വന്യകളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലം അക്ഷരവും ഓർക്കായി വരേണം ഇഹ നാരായണായ നമ. ഹരേ കൃഷ്ണ. മാതാജി. ഞാനാ മാത്രജി എന്നോടാ. അതെ അതെ. ഉളവായുന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിലടങ്ങുന്നതും കരുതി ആദ്യക്ഷരാലിവയിൽ ഓരോന്നെടുത്തു പരികീർത്തിപ്പതിന്നരുൾക നാരായണായ നമ. ഇക്കണ്ട വിശ്വമതുമിന്ദ്രാദി ദേവകളും അർക്കേന്ദുവന്യകളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിർമൂലമക്ഷരവും ഓർക്കായി വരേണമിക നാരായണായ നമ. ഹരേ കൃഷ്ണ. സൗഭാഗ്യവതി കല്ലാ മാതാജി. കൃഷ്ണ. ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിൽ ഇതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാലിവയിൽ ഓരോന്നെടുത്തു പരികീർത്തിപ്പതിന്നരുൾക നാരായണായ നമ. ഇക്കണ്ട വിശ്വമതുമിന്ദ്രാദി ദേവകളും അർക്കേന്ദുവഗ്നികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവും ഓർക്കായി വരേണമിക നാരായണായ നമ. ഹരേ ഗോൾ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ ഗോൾ. താങ്ക് യു മാതാജി. സബിത മാതാജി. ആദ്യാക്ഷരത്തിലുളവായുന്നിതൊക്കെയും ഇതാദ്യാക്ഷരത്തിലിതടങ്ങുന്നതും കരുതി ആദ്യാക്ഷരാവയിൽ ഓരോന്നെടുത്തു
കീർത്തിപ്പതിന്നരുൾക നാരായണായ നമഃ. ഇക്കണ്ട വിശ്വമതുമിന്ദ്രാദിദേവകളും അർക്കേന്ദുവഹ്നികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷാ നിൻമൂലമക്ഷരവുമോർക്കായി വരേണമിഹ നാരായണായ നമഃ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. എൻ്റെ കയ്യിൽ പുസ്തകം ഇല്ല, ഞാൻ എഴുതിയെടുത്തിട്ടില്ല. അതെ അല്ല, ഗൂഗിളിൽ അടിച്ചു ആ നോക്കിയാൽ മാതാജി കിട്ടും. അതെല്ലാം അവൈലബിൾ ആണ്. ഞാ- അല്ല, യൂട്യൂബ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ ഇതുണ്ട്. എടുക്കാം. നന്നായിട്ട് ചൊല്ലുന്ന ഒരുപാട് പേര് നന്നായിട്ട് ചൊല്ലിയിട്ടിട്ടുണ്ട് യൂട്യൂബില്. അപ്പൊ അത് അടുത്ത കിട്ടാനായിട്ട് പ്രാവശ്യം ഇപ്പം നമ്മൾ ഈ യുഗം ആയ കാരണം എല്ലാം എളുപ്പം കിട്ടും. ഇന്റർനെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ. അപ്പൊ അവിടെ അമേരിക്കയിൽ ഇത് കിട്ടാൻ അടുത്ത ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കറിയാം. നമ്മൾ കൊണ്ടുപോയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇല്ല. നമുക്കെല്ലാം മക്കളോടൊക്കെ പറഞ്ഞ എളുപ്പം അവർ ഡൗൺലോഡ് ചെയ്ത് മാതാജിക്ക് അത് അതിന്റെ പ്രിന്റ് എടുത്തു തരും. ഹരേ കൃഷ്ണ. വ്യാ- പ്രഭുജി, വ്യാഖ്യാനത്തോടു കൂടി ഉള്ളതുണ്ട്. ലീവ് ആ ചെയ്തോട്ടെ പ്രഭുജി. ആ ലീവ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ലീവ് ചെയ്യാൻ എപ്പോഴും ക്ലാസ് കഴിഞ്ഞിരുന്നു. ഹരേ കൃഷ്ണ. പഞ്ചകൽപതരൂപസ്യ കൃപാസന്ധിഭ്യവസ്യ പ്രധാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവം കീ ചായ. ഹരേ കൃഷ്ണ.